ഓക്കെ, നമസ്കാരം. നിഷാൻ്റെ നന്ദി. ദ മോസ്റ്റ് ഫേവറേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതോടുകൂടി ഇനി ഒരു ചായ കിട്ടും, വീട്ടിൽ പോകാമെന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു തടസ്സമായി ഞാൻ കുറച്ച് നേരം ഉണ്ടാവും. വെരി താങ്ക്ഫുൾ ടു കമൽ സർ. ഞാനും സെപ്റ്റുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നതാണ്. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ, ഈവൻ ഫീഫ അവർ ടാഗ് ലൈനായി അംഗീകരിക്കാൻ നിർബന്ധിതമാവുന്ന ടാഗ് ലൈൻ എന്താ അറിയോ? ഫുട്ബോളിനെ കുറിച്ച് ഫ്യൂച്ചർ ഈസ് ഏഷ്യ. ഫ്യൂച്ചർ ഈസ് ഏഷ്യ എന്നതാണ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെയേ ജനസംഖ്യയുള്ളൂ, ഇവിടെയേ ടി വിക്ക് മുന്നിൽ കുത്തിയിരുന്ന് കാണുന്ന കാണികളുള്ളൂ, ഇവിടെ മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ചങ്കൂറ്റമുള്ള പടയുള്ളൂ, അല്ലേ? അപ്പോൾ ആ പടയുടെ ഒരു ആവേശവും ഊർജവും അദ്ദേഹം ഭംഗിയായി നിങ്ങളോട് ഷെയർ ചെയ്തു. യാദൃശികമായിരിക്കാം ഞാനിതിൽ കാണിക്കുന്ന വീഡിയോകളും ചിലപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്ന കഥയും ഇദ്ദേഹം തുടങ്ങിയ ഒരു പോളിയോക്കാരനോ പോളിയോക്കാരിയോ ആകാം. അപ്പോൾ താങ്ക്സ് എ ലോട്ട് സർ ഫോർ ബീയിങ് വിത്ത് അസ്. വളരെ മനോഹരമായി അദ്ദേഹം ഒരു പ്രതിഭയെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. യു ആൾ മൈറ്റ് ബി നോയിങ് വൺസ് ഷൊഹൈബ് അക്തർ ത്രൂ എ ബൗൺസർ അറ്റ് വീരേന്ദ്ര സെവാഗ്. അതൊരു ഭീകര ബൗൺസറായിരുന്നു. ബൗൺസർ എന്ന് പറഞ്ഞാൽ ബോൾ ഇങ്ങനെ കുത്തി എങ്ങോട്ടാണ് പോയെന്നൊരു പിടിയില്ല. സെവാഗ് അത് ലീവ് ചെയ്യോ കുനിയോ എന്താ ചെയ്തതെന്നറിയില്ല. പക്ഷെ അത് ബൈ പോയത് കൊണ്ട് അദ്ദേഹം മറ്റേ സൈഡിലേക്ക് ഓടി. അപ്പോൾ ഷൊഹൈബ് അക്തർ സെവാഗിനോട് ചോദിച്ചു, ഓ മാൻ, യു ഗോട്ട് വറീഡ്, യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ഹാപ്പൻ. എന്തേ പേടിച്ചു പോയോ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല എന്ന്. സെവാഗ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ട്രൈ ദ സെയിം തിങ് വിത്ത് ദാറ്റ് ലിറ്റിൽ മാൻ. മറുഭാഗത്ത് കാണുന്ന ആ ചെറിയ മനുഷ്യനോട് ട്രൈ ദ സെയിം തിങ്. ഷൊഹൈബ് അക്തർ നേരത്തെക്കാളും ഒരു 4 അടി കൂടുതൽ റണ്ണപ്പ് എടുത്തുകൊണ്ട് അതിനേക്കാൾ ഭീകരമായൊരു ബൗൺസർ എറിഞ്ഞു. ബൗൺസർ എറിഞ്ഞിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സദസ്സിന്ന് കയ്യടിയൊക്കെ വരുന്നുണ്ട്. ഷൊഹൈബ് അക്തർ വിചാരിച്ചത് ഇത് ക്യാച്ചായിന്നോ ബൗൾഡായിന്നോ വിക്കറ്റായിന്നോ എന്നാണ്. പക്ഷേ കമൻറ്റേറ്റർ ഒരു 5-6 സെക്കൻഡ് ഗ്യാപ്പ് എടുത്തു വാട്ട് ഹാസ് ഹാപ്പൻ എന്ന് പറയുന്നത്. പിന്നെ കേൾക്കുന്നത് വാട്ട് എ മാർവലസ് സിക്സ്, വാട്ട് എ മാർവലസ് സിക്സ്. എങ്ങോട്ടാ ബോൾ പോയത് എന്ന് ഷൊഹൈബ് അക്തറിന് മനസ്സിലായിട്ടില്ല. പക്ഷെ പ്രിയ സുഹൃത്തായ സെവാഗ് പറഞ്ഞത് എന്താ? ട്രൈ ദ സെയിം തിങ് വിത്ത് ദാറ്റ് യങ് മാൻ. പറഞ്ഞ പോലെ അത് 6 അടിക്കാൻ മനസ്സിനൊരു കരുത്തുണ്ട് എന്ന് ടീംമേറ്റ്സ് വിശ്വസിച്ചു തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ ട്രൈ ദ സെയിം തിങ് ദോസ് പീപ്പിൾ ഹു ഹാവ് അറ്റൻഡഡ് എ JCI പ്രോഗ്രാം. വിവരം അപ്പം അറിയാം എന്ന് വിശ്വസിക്കുന്നവരാണ് JCIക്കാർ. അപ്പോൾ 400 പേര് JCIയുടെ ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ജീവിതത്തിൽ നിങ്ങളെ പിടിച്ചുവലിക്കുന്ന ബൗൺസറുകൾ വന്നാൽ ഞാൻ മാറി നിന്നിട്ട് പറയും, എൻ്റെ ട്രെയിനിങ്ങിൽ ഇരുന്ന മക്കളാണ്, ഒന്ന് എറിഞ്ഞു നോക്ക്, അപ്പം വിവരം അറിയാമെന്ന്. ഓക്കെ, അപ്പം വിവരം അറിയാമെന്ന് പറയും. കാരണം അങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ ഇരുന്നിട്ട് ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ബൗൺസറുകളുടെ ഭീകരതയെക്കുറിച്ച് ഉണ്ടായ ചില തിരിച്ചറിവുകളാണ് പൊന്നു സുഹൃത്തുക്കളെ ഞങ്ങൾ JCക്കാരുടെ ആവേശം. ആ ആവേശം ഒന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാ കൊല്ലവും ഞാനിങ്ങനെ ഒരു മെഗാ പ്രോഗ്രാം ആഗ്രഹിക്കാറുണ്ട്. അതിന് അനുവാദം തന്ന ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഇതിൽ ഒരുപാട് കടമ്പ കടക്കണം. ബിക്കോസ് ഒരു IAS ഓഫീസർ ഒരു കടലാസിൽ ഒപ്പിടണമെങ്കിൽ ഹൗ ക്യുക്ക് ദേ ആർ എന്ന് ഒരു അഭിഭാഷക എന്ന നിലയിൽ എനിക്ക് അനുഭവങ്ങളുണ്ട്. നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ കാണും. അതുകൊണ്ട് ഇതിൽ വേറെ യാതൊരു ഉദ്ദേശവുമില്ല. വീരേന്ദ്ര സെവാഗിന് സച്ചിനെ കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുമെങ്കിൽ JCI കാലിക്കറ്റിൻ്റെ ഭാരവാഹികൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾ 2017 ഒരു പരിപാടി നടത്തിയിരുന്നു. 500 പിള്ളേരെ നമ്മൾ ഈ പറഞ്ഞൊരു ലക്ഷ്യവുമായി ഇറക്കി വിട്ടിട്ടുണ്ട്, ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ അതിലേക്കുള്ള ഒരു ചെറിയ എന്താ പറയുക അറിവുകളും കാഴ്ചകളും ഒക്കെ തരിക എന്ന ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം എന്താ? ഉറക്കെ പറഞ്ഞോ. കാരണം സാറിപ്പോൾ പോവും, അസീബ് സാറ് പോവും. ഇവിടെ ആരും CCTV ഒന്നും വെച്ചിട്ടില്ല, പേടിക്കണ്ട. ഉപദേശം സാർ എന്ത് വേണേ തന്നോ, ഇത് മാത്രം തരരുത്. കാരണം വീട്ടിലൊരു ഹോൾസെയിൽ ഷോപ്പുണ്ട്. പിന്നെ സ്കൂളിൽ പോയാൽ 45 മിനിറ്റിൻ്റെ റീറ്റെയിൽ കച്ചവടം നടക്കും. ഫിസിക്സിൻ്റെ ഒരു 45 മിനിറ്റ്,
പിന്നെ മാത്സിൻ്റെ ഒരു 40 മിനിറ്റ്. ഏതായാലും 2017 തുടങ്ങിയിട്ട് ഒരു മാസമാവുന്നല്ലേ ഉള്ളൂ. ഇന്ന് 30 28, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ വാഗ്ദാനം, യാതൊരു ഉപദേശവും ഞാൻ തരുന്നതല്ല. യാതൊരു ഉപദേശവും ഞാൻ തരുന്നതല്ല. കാരണം എൻ്റെ വീട്ടിലുണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു, ഇപ്പം അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ മൂപ്പരോട് ചിലത് ഉപദേശിക്കാൻ പോയാൽ ആ ബും, അല്ല അതല്ല ലൈന്, ആ ബും. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ അതിന് എടുത്ത് സമയം കളയുന്ന? അങ്ങനത്തെ വാശിയൊന്നും എനിക്കില്ല. ഉപദേശിച്ചാൽ നന്നാവണമെങ്കിൽ എത്രയോ ആളുകൾ വന്ന് മനോഹരമായി ഉപദേശിച്ചു പോയി. അതല്ല എൻ്റെ അജണ്ട. ഈ ഒരു 3 അക്ഷരം എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വാധീനമായിരുന്നു. ആ സ്വാധീനം കുറേയും കൂടെ ആളുകളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിൻ്റെ ഒരു നിർണായകമായ ഒരു സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത്. I was wondering, almost 80% raised their hands and said that they already fixed what their career should be. അല്ലേ? കുറേ പേരൊക്കെ തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കമൽ വരദൂർ സാറിൻ്റെ കഥ കേട്ടപ്പോൾ ചിലവർക്ക് സംശയം, എന്നാൽ പിന്നെ ജേർണലിസ്റ്റ് ആയാലോ? ഉറപ്പാണ് ഈ സെഷൻ കഴിയുമ്പോൾ കുറേ പേര് വന്ന് എന്നോട് ചോദിക്കുക, അല്ല സാറേ ഈ ട്രെയിനർ ആവാൻ എന്താ ചെയ്യേണ്ടത്? അല്ലേ? ഇനിയിപ്പോൾ അടുത്ത മോഹം അതാണ്, ട്രെയിനർ ആകാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ ഓരോന്ന് കാണുമ്പോൾ അങ്ങ് ഭ്രമിക്കും. അപ്പോൾ ആ ഭ്രമിക്കുന്നതിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇതൊക്കെ ആലോചിച്ചിട്ടാണോ മക്കളെ നിങ്ങൾ ഈ പറഞ്ഞ കരിയർ അല്ലെങ്കിൽ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിച്ചത് എന്നതാണ് നോക്കേണ്ടത്. പക്ഷേ പറയാൻ എളുപ്പമാണ്. ഒരു 2 മണിക്കൂർ സമയമാണ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്, വിച്ച് വി വിൽ definitely enjoy. But after that we would request you to stay back so that you can have a general awareness where you stand when it comes to a normal competitive exam. കറക്കി കുത്താൻ പഠിച്ച ഉത്തരങ്ങളല്ലാത്തൊരു സാധനം വരുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. അതൊരു 50 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അതെടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. മാർക്ക് പ്രസിദ്ധീകരിക്കേണ്ട എന്നാണ് തീരുമാനം വെച്ചാൽ വീട്ടിലേക്ക് പ്രസിദ്ധീകരിക്കുന്നതല്ല. പക്ഷെ അത് എഴുതുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണോ, ഇതാണോ അവസ്ഥ, അങ്ങനെയാണെങ്കിൽ ജേർണലിസ്റ്റ് ആവാൻ ഏതായാലും പറ്റില്ല, അത് തീരുമാനമായി. പിന്നെ വേറെ ചിലത് ആഗ്രഹിച്ചു തുടങ്ങും, വേറെ ചിലത് ചിന്തിച്ചു തുടങ്ങും, മോഹിച്ചു തുടങ്ങും. പിന്നെ നിങ്ങളിരിക്കുന്നതിൻ്റെ ഒരു ആകാംക്ഷ എനിക്കറിയാം. പെട്ടെന്ന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. സാറേ 2 മണിക്കൂറൊന്നും കേൾക്കാൻ വയ്യ, ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ, അങ്ങനെ കറക്റ്റ്, ഇപ്പം തരുന്നു ഇപ്പം വിരിയുന്നു. അതാണല്ലോ വാട്സപ്പ് ഇത്ര പോപ്പുലർ ആയത്. കുട്ടി ജനിക്കുന്നതിന് മുന്നേ ലൈക്ക് കിട്ടും, കാരണം ഏകദേശം അതിങ്ങനെ പോവാണല്ലോ. അപ്പോൾ ജനിച്ചു ലൈക്ക്, ഞാനാണ് ആദ്യത്തെ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ഈ മലയാളിയുടെ ഒരു ആഗ്രഹമാണത്. എനിക്ക് സാർ അധിക സമയമൊന്നും പറ്റില്ല, പെട്ടെന്ന് വേണം. I have trained more than 30,000 engineering graduates. I train mostly on how to face interviews. So I give a 3 days proposal. 3 ദിവസത്തെ പ്രപ്പോസലാണ് കൊടുക്കുക. ഫസ്റ്റ് ഡേ ഈസ് എ ഡേ ഓഫ് നോയിങ്, സെക്കൻഡ് ഡേ ഈസ് ദ ഡേ ഓഫ് ലേണിംഗ്, തേർഡ് ഡേ വിൽ ബി ദ ഡേ ഓഫ് ഗ്രോയിങ്. അപ്പോൾ 3 ദിവസം വേണം എൻ്റെ ഒരു കണക്കിൽ ഇങ്ങനെ അതിലേക്ക് എത്താൻ. പക്ഷേ ഇത് കുട്ടികളും ഇതിൻ്റെ തീരുമാനത്തിൽ ഭാഗവാക്കാണ്. അപ്പോൾ അവർ പറയും, സാർ 3 ദിവസമൊന്നും വേണ്ട, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പിന്നെ അവസാനം അവർ പറയുന്നതെന്നാണ്, സാറ് ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന ആളല്ലേ, ഞാനൊരു MBA HR ആയതുകൊണ്ട് ചില കമ്പനിയുടെ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കാറുണ്ട്. പിന്നെ ഇത്രയും കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്. അപ്പോൾ അതൊക്കെ സാറൊന്ന് പറഞ്ഞു തരിക, അതിൻ്റെ ആൻസേഴ്സ് തരിക. നമ്മളിതൊക്കെ പഠിക്കുന്നു, പോകുന്നു, പെട്ടെന്ന് കാര്യം നടക്കണം. ഇതൊരു നമ്മളൊരു പ്രവണതയാണ്. അപ്പോൾ ഒരിക്കലും ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ആള് പോയി. പക്ഷെ ആദ്യത്തെ ആളായതുകൊണ്ട് പാനലും ഇങ്ങനെ ഒരു വാമിങ് അപ്പ്, ഇപ്പം നമ്മൾ ഇങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ. അതേപോലെ പാനലിനും വലിയൊരു ഇതൊന്നുമില്ല. ഫസ്റ്റ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ആസ്കിങ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ തുടങ്ങും. ഇയാൾ ചെന്നു, പാനൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചു,
വെൻ ഡിഡ് ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ്? എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മളാണ് ചാടി കയറി ഉത്തരം പറയും. നമുക്കറിയുന്നതാണ് January 26, 1950 അല്ലേ? സമാധാനം. അതൊക്കെ ഇപ്പം അതുപോലെ അറിയില്ല. നമ്മളോട് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മൾ ചാടി കയറി പറയും August 15, 1947. എല്ലാവർക്കും അറിയുന്നൊരു ഉത്തരം. പക്ഷെ ഇയാൾ ഉത്തരം പറയുന്നില്ല. ഇദ്ദേഹം ഒരു 2 മിനിറ്റോളം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, സ്ട്രഗിൾ സ്റ്റാർട്ടഡ് ഇയേഴ്സ് ബിഫോർ ബട്ട് അൾട്ടിമേറ്റ്ലി ദ റിസൾട്ട് കെയിം ഓൺ August 15, 1947. So panel was really impressed because he is thinking before speaking. അപ്പോൾ പാനൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. പാനൽ അടുത്ത ചോദ്യം ചോദിച്ചു, ഹൂ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ? ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്? നമ്മളാണ് ചാടി കയറി പറയും മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജാലിയൻവാലാബാഗ് എല്ലാം പറയുക. ഇപ്പോഴത്തെ തലമുറയൊക്കെ പറയുന്നുണ്ട് ജാലിയൻവാലാബാഗ് വലിയൊരു പോരാളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാൽ ടക്കെന്ന് ഉത്തരം പറയുന്നത് മഹാത്മാഗാന്ധി, ജവഹർലാൽ. ഇയാൾ മറുപടി പറയുന്നില്ല. ഇന്ന് ഒരു 2 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, ഐ കനോട്ട് പോയിന്റ് എനി വൺ പർട്ടിക്കുലർ പേഴ്സൺ, മെനി പീപ്പിൾ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ദാറ്റ്. ഒരുപാട് പേര് അതിന് കാരണക്കാരാണ്. പാനൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. പാനൽ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, ഡു യു കൺസിഡർ കറപ്ഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇന്ത്യ ഈസ് ഫേസിങ്? അഴിമതിയാണോ ഇന്ത്യ നേരിടുന്ന പ്രശ്നം? ഇദ്ദേഹം 2 മിനിറ്റ് വീണ്ടും ആലോചിച്ചിട്ട് പറഞ്ഞു, റിസർച്ച് ഈസ് ഗോയിങ് ഓൺ, അൺലെസ് ദ റിസൾട്ട്സ് ആർ പബ്ലിഷ്ഡ് ഐ കനോട്ട് സേ. പഠനം നടക്കുകയാണ്, റിസൾട്ട് വന്നാൽ പറയാം. പാനൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ദേ സെഡ് വി ആർ നോട്ട് ആസ്കിങ് എനി ടെക്നിക്കൽ ക്വസ്റ്റ്യൻ, യു ആർ സെലക്റ്റഡ്. നിങ്ങളെ ഞങ്ങൾ എടുത്തു, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യത്തെ ആളാണല്ലോ, അതുകൊണ്ട് ഡോണ്ട് ഗോ ഔട്ട്സൈഡ് ആൻഡ് ഷെയർ ദ ക്വസ്റ്റ്യൻസ്. പുറത്തു പോയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ പങ്കുവെക്കരുത്, കാരണം അതിൻ്റെ പഞ്ചു പോവല്ലോ. ഇയാൾ വാക്ക് കൊടുത്തു, ഐ വിൽ നോട്ട് ഷെയർ ദ ക്വസ്റ്റ്യൻസ്. അങ്ങൊരു പുറത്തിറങ്ങി നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഇടിച്ച് ഹലോ സർ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ടൈപ്പ്, ഒരു മോഡൽ. ഇയാൾ പറഞ്ഞു, വെരി സോറി, ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഐ വിൽ നോട്ട് ഷെയർ ദ ക്വസ്റ്റ്യൻസ്. തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ മലയാളി ഒരു മൂലയ്ക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മലയാളി നേരെ ചെന്നു ഷെയ്ക്കൻ എടുത്തിട്ട് പറഞ്ഞു, സർ ആദ്യത്തെ ശമ്പളം 50-50. എനിക്ക് ഒരു ചോദ്യം. ഇയാൾ പറഞ്ഞു, ബ്രദർ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ഹെൽപ്പ് യു, ഐ ഹാവ് ഗിവൺ എ പ്രോമിസ്. മലയാളി ചോദിച്ചു, താങ്കൾ എന്താ വാക്ക് കൊടുത്തത്? ഇയാൾ പറഞ്ഞു, ഐ വിൽ നോട്ട് ഷെയർ ദ ക്വസ്റ്റ്യൻസ്. ഞാൻ ചോദ്യങ്ങൾ പുറത്തു പറയില്ല, അത് വാക്ക് കൊടുത്താണ്. മലയാളി ഷെയ്ക്കിൻ്റെ എടുത്തിട്ട് പറഞ്ഞു, സാറ് 100% വാക്ക് പാലിക്കണം. സാറ് ഒരു ചോദ്യം എനിക്ക് പറഞ്ഞു തരണ്ട, സാറ് പറഞ്ഞ ഉത്തരങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അപ്പം ഇയാൾ ആലോചിച്ചു, തെറ്റൊന്നും ഇല്ലല്ലോ, ഐ ആം നോട്ട് വയലേറ്റിംഗ് മൈ വോ. ഈ ഒരാളെ സഹായിക്കാനുള്ള ഒരു അവസരം. ഇയാൾ പറഞ്ഞു, ഓക്കെ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇയാൾ പറഞ്ഞു, ദീസ് ആർ ദ ആൻസേഴ്സ് ഐ ബിലീവ്. ആദ്യം ഞാൻ പറഞ്ഞത് യുഗങ്ങളുടെ പ്രയത്നത്തിന് ശേഷം അന്തിമ വിജയം, സ്ട്രഗിൾ സ്റ്റാർട്ടഡ്. ആൻഡ് സെക്കൻഡ് തിങ് ഐ സെഡ് വാസ് ഐ കനോട്ട് പോയിന്റ് എനി വൺ പർട്ടിക്കുലർ പേഴ്സൺ. ഒരുപാട് പേര്. മൂന്നാമത് ഐ ബിലീവ് പഠനം നടക്കുകയാണ്, റിസൾട്ട് വന്നിട്ട് പറയാൻ പറ്റുള്ളൂ. മലയാളി ഫുൾ കോൺഫിഡൻസിലാണ് പോകുന്നത്. എല്ലാം അറിയാലോ, JCIയുടെ കരിയർ ഗൈഡൻസ് സെറ്റിലിരുന്ന് കോൺഫിഡൻസിന് പോകുന്ന പോലെയായിരുന്നു പോയത്. ചെന്നു ചെയറൊക്കെ വലിച്ചിട്ട് ഗുഡ് മോർണിംഗ്, അന്ന് പേടിക്കല്ലോ. പാനല് ആദ്യത്തെ ചോദ്യം ചോദിച്ചു, വെൻ വാസ് യു ബോൺ? എന്നാണ് ജനിച്ചത്? ഉടനെ പറഞ്ഞു, സ്ട്രഗിൾ സ്റ്റാർട്ടഡ് ഇയേഴ്സ് ബിഫോർ അൾട്ടിമേറ്റ്ലി ദ റിസൾട്ട് കെയിം ഓൺ. പാനൽ ഞെട്ടിപ്പോയി. ഇങ്ങനെ 9 മാസം കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ അത്. യുഗങ്ങളുടെ പ്രയത്നത്തിന് ശേഷം ഉണ്ടാക്കിയത് ആദ്യമായിട്ട് കാണുകയാണല്ലോ. സ്വാഭാവികമായിട്ട് അവർ അടുത്ത ചോദ്യം ചോദിച്ചു, ഹൂ ഈസ് യുവർ ഫാദർ? ആരാ നിങ്ങളുടെ അച്ഛൻ? മൂപ്പര് പറഞ്ഞു, ഐ കനോട്ട് പോയിന്റ് എനി വൺ പർട്ടിക്കുലർ പേഴ്സൺ, സോ മെനി പീപ്പിൾ ഹാവ്. പാനൽ തലയിൽ കൈ വെച്ചിട്ട് വെച്ചു, ആർ യു മാഡ്? തനിക്ക് വട്ടാണോ? റിസർച്ച് ഈസ് ഗോയിങ് ഓൺ, അൺലെസ് ദ റിസൾട്ട്സ് ആർ പബ്ലിഷ് ഐ കനോട്ട് സേ. അപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്തു നോക്കി, എന്തിലേക്ക് തിരിഞ്ഞു, എന്ത് നോക്കി ഉത്തരം കണ്ടുപിടിച്ചു എന്ന് ഷോർട്ട് കട്ട് സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ ലോകത്തിലെ ഏത് മികച്ച ട്രെയിനർ വിചാരിച്ചാലും നടക്കില്ല. ഇവിടെ കാണുന്ന കാര്യങ്ങൾ മനസ്സിൽ വെക്കുക, ചിന്തിക്കുക, മനനം ചെയ്യുക, തട്ടിച്ചു നോക്കുക. ഇതിൽ കാണുന്ന ഒരു വ്യക്തിയും ഫോളോ ചെയ്യാൻ നോക്കരുത്. ഡോണ്ട് ബി എ ലയണൽ മെസ്സി, ഡോണ്ട് ബി എ സച്ചിൻ ടെണ്ടുൽക്കർ, ഡോണ്ട് ബി എ KJ യേശുദാസ്, ഡോണ്ട് ബി എ നരേന്ദ്രമോദി, ഡോണ്ട് ബി എ ചെ ഗുവേര, ബി യുവർ സെൽഫ്. അതാണ് ആദ്യം വേണ്ടത്. അവരൊക്കെ പക്ഷേ നമ്മൾ എന്ത് വേണം? അവരൊക്കെ നമ്മൾക്ക് റോൾ മോഡൽ ട്രെയിനിങ് എന്ന് പറയും. ഒരു എളുപ്പ വഴിയാണത്. ഓക്കെ, ട്രെയിനിങ്ങിലെ ഒരു ടെക്നിക്കാണ് റോൾ മോഡൽ ട്രെയിനിങ്. റോൾ മോഡലാക്കണം. റോൾ മോഡലാക്കിയിട്ട് അവരെങ്ങനെ പോയി, എതിലേ പോയി, എന്താ ചെയ്ത്. നല്ലൊരു വേദിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു അഭിഭാഷകൻ, മികച്ച 2 അധ്യാപകർ,
ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു പത്രപ്രവർത്തകൻ, 2 ബിസിനസ്സുകാർ, ഒരു എഞ്ചിനീയറും ഇല്ല, ഒരു ഡോക്ടറും ഇല്ല. രക്ഷപ്പെട്ടു. എന്തൊരു സുന്ദരമായ വേദിയായിരുന്നത്. അത് PhD ഉള്ള ഡോക്ടറാ. കണ്ടോ? പക്ഷെ ഇവരെയൊന്നും നമുക്കൊരു ഒരു 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 വില തോന്നില്ല അല്ലേ? ഓൾ ടോപ്പ് പ്രൊഫഷൻസ് അതർ ദാൻ യുവർ യൂഷ്വൽ സെറ്റ് സാധനം ഉണ്ടല്ലോ. അതിലേക്ക് മാറി നിങ്ങൾ ചിന്തിക്കണം. അതിലേക്ക് മാറി നിങ്ങളൊരു ഉത്തരം കണ്ടെത്താൻ നോക്കണം. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളൊരു മാരത്തണാണ് ഓടാൻ പോകുന്നത്. വിത്ത് 100 മീറ്റർ സ്പ്രിൻറ്റിൻ്റെ വേഗതയോടുകൂടി നമുക്ക് ഓടണം. കാരണം ഒരു പ്രത്യേക സമയമാകുമ്പോൾ വേറെ ഏത് അവയവവും പ്രവർത്തിച്ചില്ലെങ്കിലും കൃത്യസമയത്ത് അലാറം തരുന്നൊരു അവയവമുണ്ട്. അത് 1:15 സൗഹൃദം നഷ്ടപ്പെടും, ശത്രുവാവും, വിശന്നാൽ കടിക്കും, മാന്തും, പിച്ചും കീറും. അതിൻ്റെ മുന്നേ നമ്മൾ സ്ഥലം പെടും. പക്ഷെ എൻ്റെ ഒരു കൺസ്ട്രെയിൻറ്റ് ഇതാണ്, ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പോകണം. ഓക്കെ, ഐ എം എ ലോയർ ബൈ പ്രൊഫഷൻ ബട്ട് എ ട്രെയിനർ ബൈ പാഷൻ. എൻ്റെ കരിയർ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഡെസിഗ്നേഷൻ എന്താ വെച്ചാൽ, ഞാനൊരു പാഷൻ ഡിസൈനറാണ്. ഐ എം എ പാഷൻ ഡിസൈനർ. അങ്ങനെ ഒരു കരിയർ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ എനിക്കൊരു കൈഡി എന്നേക്ക്. കാരണം സക്സസ്ഫുൾ ആവാൻ 3 വഴികളുള്ളൂ. ഐദർ യു ബി ദ ഫസ്റ്റ്, ഓർ യു ബി ദ ബെസ്റ്റ്, ഓർ യു ബി ഡിഫറെൻറ്റ്. യു ബി ദ ഫസ്റ്റ്, ഓർ യു ബി ദ ബെസ്റ്റ്, ഓർ യു ബി ഡിഫറെൻറ്റ്. ഓക്കെ, എൻ്റെ ഒരു അറിവിൽ പാഷൻ ഡിസൈനർ എന്ന് പറഞ്ഞൊരു കരിയർ എവിടെയെങ്കിലും എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഐ ആം ദ ഫസ്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഇതുവരെ ആരും ചെയ്യാത്തൊരു കരിയർ കണ്ടുപിടിച്ചോ? ആരും ചെയ്യാത്തൊരു കരിയർ കണ്ടുപിടിച്ചോ? അപ്പോൾ വിൽ യു ബി ദ ബെസ്റ്റ്, യു ബി ദ ഫസ്റ്റ്, ഓർ യു ബി ഡിഫറെൻറ്റ്? ഇനി എഞ്ചിനീയർ ആവുകയാണെങ്കിൽ വിൽ യു ബി എ ഡിഫറെൻറ്റ് എഞ്ചിനീയർ? അല്ലെങ്കിൽ കാര്യമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാനില്ല. ഓക്കെ, ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ നിന്ന്, ദേവഗിരിയിൽ നിന്ന് കോമേഴ്സിൽ ബിരുദമെടുത്തു, കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദമെടുത്തു, അവിടെ നിന്ന് തന്നെ ബിരുദാനന്തര ബിരുദമെടുത്തു. പിന്നീട് ഞാൻ MBA ചെയ്തു. MBA ചെയ്തത് HR-ലാണ്, ഹ്യൂമൻ റിസോഴ്സ്. MBA HR പഠിച്ചപ്പോൾ മാനവശേഷിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിനേക്കാൾ ഏറ്റവും ഊർജം പകർന്നുകൊണ്ട്, ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ പഠിപ്പിച്ച വലിയൊരു സത്യം പഠിപ്പിച്ചത് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലാണ്. ഏതൊരു JC-കാരനും എണീക്കുമ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമുണ്ട്, എർത്ത് ഗ്രേറ്റ് ട്രഷർ ലൈസ് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഭൂമിയിലെ ഏറ്റവും വലിയ നിധി കിടക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ നിധിപേടകങ്ങളിലാണ്. ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ എവർ. പക്ഷെ ചില പിടിവാശികൾ കൊണ്ട്, നിർബന്ധ ബുദ്ധികൾ കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട്, സൗഹൃദത്തിൻ്റെ പിടിവലികൾ കൊണ്ട്, മുൻവിധികൾ കൊണ്ട് ഈ പെട്ടി തുറക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവരാണ് 99% ആൾക്കാരും. The treasure is already there with you. Treasure is inside you because it's beautifully said, God has never created a lock without a proper key. പക്ഷെ ആ കീ കണ്ടെത്താതെ നിങ്ങളൊരു കരിയറിലേക്ക് പോയാൽ ചില അസഹിഷ്ണുതകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞാൻ സൈക്കോളജിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർട്ടിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റാണ്. ഭൂഖണ്ഡങ്ങളിൽ ഇനി സൗത്ത് ആഫ്രിക്കയും അന്റാർട്ടിക്കയും ഒഴികെ ബാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരു പ്രൊഫഷണൽ ട്രെയിനറായി ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, ദൂരഭാഗത്തു നിന്ന് വരുന്ന, റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഈ പരിപാടി ബോധപൂർവം നമ്മൾ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് മതി എന്നാണ്. 2012 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റോട്ടറിയുടെ ഗ്രൂപ്പ് സ്റ്റഡി എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു കൾച്ചറൽ അംബാസഡർ എന്ന അംഗീകാരത്തോടു കൂടി ഞാൻ US പോയിരുന്നു. സോ കാൾഡ് സൂപ്പർ പവർ ഓഫ് ദ വേൾഡ്. 17 സ്ഥലത്ത് ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ നാടിനെക്കുറിച്ചും എൻ്റെ പ്രൊഫഷനെക്കുറിച്ചും അഭിമാനത്തോടെ ഞാൻ പ്രസൻറ്റേഷൻസ് നടത്തിയിരുന്നു. ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റിയായ കെൻറ്റ് യൂണിവേഴ്സിറ്റി LCD കണ്ടുപിടിച്ചത് അവരാ, ലിക്വിഡ് ക്രിസ്റ്റൽ. അവിടുത്തെ BU സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഞാൻ 2 മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നു. 2014 ഞാൻ ലണ്ടനിൽ 2 മൾട്ടിനാഷണൽ കമ്പനിക്ക് ക്ലാസ് എടുത്തു. ഗണപതി സ്കൂളിൽ പഠിച്ച ദിനേശിൻ്റെ സൗകര്യമുള്ള ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുത്തത്. പൗണ്ടിലാണ് ഞാൻ എണ്ണി വാങ്ങിയത്. 2016 ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ക്ലാസ് എടുത്തിരുന്നു.
ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ ലോക സമ്മേളനം കാനഡയിൽ നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 2 ട്രെയിനർക്കാണ് അവിടെ ട്രെയിനിങ് എടുക്കാനുള്ള അവസരം ഉണ്ടായത്. അതിൽ ഒരാൾ മലയാളിയായ ദിനേശനെയായിരുന്നു. ഞാൻ എൻ്റെ സൗകര്യമുള്ള എൻ്റെ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുത്തത്. പക്ഷേ ഞാൻ എടുത്ത ഒരു മോഡ്യൂള് ചിലപ്പോൾ JCI ഒരു പാഠ്യപദ്ധതിയായി അംഗീകരിച്ചേക്കാം. 6ഓളം മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സഞ്ചരിച്ചത് ഞാൻ നിങ്ങളെ മോഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആളുകളെ നേരിട്ട് കണ്ട അനുഭവം വെച്ച്, ഇവരുമായി ഇൻട്രാക്ട് ചെയ്തതിൽ വെച്ച് അന്തസ്സോടെ, അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആർജവത്തോടെ എനിക്ക് പറയാൻ പറ്റും, നമുക്കൊക്കെ ഉള്ള കോമൺ സെൻസിൻ്റെ 10-1 ഇവന്മാർക്ക് ആർക്കും ഇല്ല. 10-1 പക്ഷേ അവർക്കുള്ള പ്രൊഫഷണലിസത്തിൻ്റെ 10-1. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതൊന്ന് ട്രാക്ക് കയറി കിട്ടിയാൽ സംഗതി മാറും. ആ ട്രാക്കിലൊന്ന് കയറാനുള്ള പ്രശ്നമുള്ളൂ. വെൻ യു ബ്ലെൻഡ് യുവർ കോമൺ സെൻസ് with that immense common sense you are blessed with, I will prove it for you, my good friends. I will prove it for you. എന്തുകൊണ്ടാണ് വേർ ഇസ് ദ ജെന്റിൽമാൻ ഫ്രം ഇന്ത്യ എന്ന് ഒരാൾ കൈ ഉയർത്തിയിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ, അവിടെ ഒരു എനർജി ഉണ്ട്. മലയാളി മുന്നോട്ട് ചെന്നാൽ മെസ്സി ആണെങ്കിൽ ഒന്ന് നോക്കും, എന്തെങ്കിലും ഇങ്ങോട്ട് പഠിക്കാനുണ്ടെങ്കിലോ ഒരു 10 മിനിറ്റ് മൂപ്പര് ഇവിടെ സമയം ചെലവഴിച്ച് കളയാം. അങ്ങനത്തെ സാധനം ഈ സാധനം. പക്ഷേ അതങ്ങോട്ട് തോന്നി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്. യു ആസ്ക് ഇൻ ഇംഗ്ലീഷ് ഹൗ ആർ യു, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ആൻസർ? ഒന്ന് ഇറക്കെ കേട്ടെ. ഇംഗ്ലീഷിൽ ഹൗ ആർ യു എന്ന് വെച്ചാൽ എന്താ പറയാ? ഐ ആം ഫൈൻ. തമിഴിൽ ചോദിക്കുന്നു എപ്പടി ഇருக்கு സാർ? നല്ല ഇருக்கு, സൗഖ്യമായി ഇருக்கு. ഓക്കെ. ഹിന്ദിയിൽ ചോദിക്കുന്നു കൈസേ ഹോ, ടീക്ക് ഹോ, അച്ചാ ഹോ, ബഡിയാ ഹോ. ഇതാണ് നമുക്ക് കേൾക്കുന്ന ഉത്തരങ്ങളെ. മലയാളികൾ തമ്മിൽ കാണുന്ന ചോദിക്കുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഇപ്പം കളവ് പറയുന്നതൊക്കെ വക്കീലിനോട് കളവ് പറയരുത് കേട്ടോ. സുഖമായിരിക്കുന്നു എന്ന് അവൻ പറയാ. സത്യം പറഞ്ഞ മക്കളെ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമ്മളെ സ്റ്റാൻഡേർഡ് മറുപടി എന്താ? സത്യം പറ, കുഴപ്പമില്ല. പരീക്ഷ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സിനിമ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഭക്ഷണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ വാക്കല്ലേ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു കരിയർ വേണോ, എക്സലന്റ് കരിയർ വേണോ? കേട്ടില്ല. കുഴപ്പമില്ലാത്ത ജീവിതം വേണോ, എക്സലന്റ് ജീവിതം വേണോ? ഇന്ന് കുഴപ്പമില്ലാത്തൊരു ക്ലാസ് വേണോ, എക്സലന്റ് ക്ലാസ് വേണോ? You should start demanding excellence, my good friends. This is the only thing which I learned traveling to different parts of the world. Our reluctance to demand for excellence. സായിപ്പ് ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഉറപ്പ് വരുത്തിപ്പോയൊരു കാര്യമാണ്. മെക്കാളെ സായിപ്പ് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചിട്ട് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഒരു കത്തെഴുതിയിരുന്നു. അതിൽ എഴുതിയൊരു സത്യമുണ്ട്: അൺലെസ് യു ബ്രേക്ക് ദെയർ സെൽഫ് എസ്റ്റീം യു ക്യാൻ നെവർ റൂൾ ദിസ് കൺട്രി. അവന്റെ ആത്മാഭിമാനം തകർക്കാതെ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരിക്കലും, അതന്ന് തകർത്തു പോയതാ. ഏത്? നീയൊക്കെ കുഴപ്പമില്ലാത്തൊരു ജീവിതം ജീവിച്ചാൽ മതിയടേ. അത് നമ്മളുടെ പാഠ്യപദ്ധതിയിലും ഉണ്ട്. കുഴപ്പമില്ല. Unless you start demanding excellence, whichever career you choose, I believe it's going to be a waste. That's why I ask you, you want an ordinary day or an excellent day? കേട്ടില്ല. കാരണം അത് പറഞ്ഞു പഠിപ്പിക്കുക എന്നത് മാത്രമേ എൻ്റെ ദൗത്യമുള്ളൂ. അത് മാറണമെങ്കിൽ the route is very simple. Watch your thoughts will become your words. Watch your words will become your actions. Watch your action will become your behavior. Watch your behavior will become your character. Watch your character will determine your destiny. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. ചിന്തകളാണ് വാക്കുകളായി മാറുന്നത്. വാക്കുകളാണ് പ്രവർത്തികൾക്ക് ഊർജം നൽകുന്നത്. പ്രവർത്തികൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, അതാണ് നിന്റെ പെരുമാറ്റം. അനുനിമിഷം നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അതാണ് നിന്റെ ക്യാരക്ടർ, സ്വഭാവം. അപ്പൊ ആ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഒരു കരിയർ ഫിക്സ് ചെയ്താൽ ഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വഭാവം. If your സ്വഭാവം is towards excellence, you will have an excellent career. Whatever you do. സ്വഭാവത്തിൽ ഓർഡിനറി മതിയെങ്കിൽ എന്തേ വരുള്ളൂ? ഓർഡിനറി. സ്വഭാവത്തിൽ എക്സലൻസ് ആണെങ്കിലോ
എക്സലൻസ് വരും. അപ്പോൾ ആ സ്വഭാവം, മറ്റേ ഏത് അച്ഛനും അമ്മയും പറയുന്ന സ്വഭാവമല്ല കേട്ടോ, ഇതിൻ്റെ സ്വഭാവം മഹാബെടക്കാണ്. ആ സ്വഭാവമല്ല, തനത് ഭാവമുണ്ട് അല്ലേ. ദാറ്റ് ഈസ് വൈ ഗോൾഡ് ഈസ് സോ പ്രഷ്യസ്. ഗോൾഡ് ചളിയിലിട്ട സ്വഭാവം മാറോ? തീയിലിട്ട സ്വഭാവം മാറോ? അടിച്ചു പരത്തിയ സ്വഭാവം മാറോ? ഇല്ലല്ലോ. ഷൊഹൈബ് അക്തർ മുക്ര കുത്തി വന്നാൽ സച്ചിൻ്റെ സ്വഭാവം മാറോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ട്രൈ ദ സെയിം തിങ് വിത്ത് ദറ്റ് സ്മോൾ മാൻ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അവരൊക്കെ പോയ വഴിയിലൂടെ നമുക്കൊന്ന് പോകാം. ഞാൻ എന്ത് കരിയർ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നതിൻ്റെ മുന്നേ യു ക്യാൻ നിങ്ങൾക്ക് പേപ്പറും ബുക്കും ഒക്കെ ഉള്ളവർ, പെന്നൊക്കെ ഉള്ളവർ എടുക്കാം. എന്നിട്ട് ഐ ആം എന്നെഴുതാം. എന്നിട്ടൊരു ഡാഷ് ഇടാം. ഓക്കെ, ആ ഡാഷിൽ വാട്ട് ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഐ ആം, ഐ ആം, ഐ ആം. 5 or 6 വാക്കുകൾ വരുന്നത് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയും നമ്മൾ, സ്വഭാവ വിശേഷണം അല്ലേ. ഞാനൊരു ഉദാഹരണം പറയാത്തത് പറഞ്ഞാൽ നിങ്ങൾ അത് ക്യാരിഡ് അവേ ആയി പോകും. ഐ ആം, ഐ ആം എന്താണ്? ഐ ആം വാട്ട്? അടുത്തിരിക്കുന്നതിന് ഏന്തി നോക്കിയിട്ട് നാക്കു പോടാൻ പറയട്ടോ അവനോട്. കാരണം ഞാൻ പഠിച്ചത് ദ മോസ്റ്റ് പവർഫുൾ സ്ട്രെങ്ത് കം ഫ്രം ദീസ് 2 words. ഈ 2 വാക്കുകളിൽ നിന്നാണ് ഏറ്റവും വലിയ ഊർജം കിട്ടാൻ പോകുന്നത്. ഐ ആം, കാലനങ്ങാതെ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് ബെഡിൽ കിടക്കുമ്പോഴും ലയണൽ മെസ്സി ഫ്രം ആംഗിൾ ടു നീ ടു തൈസ് ടു സ്റ്റമക് ടു നെക്ക് ചെയ്തത് എന്താണ്? ഐ ആം എ ഫുട്ബോളർ. ആ ധാരണ, ആ വ്യക്തത മൂപ്പര് മുന്നിൽ തെളിഞ്ഞതുകൊണ്ടായിരിക്കും അല്ലേ. അല്ലേ? ഐസ്ക്രീമോ തണുത്ത സാധനങ്ങളോ ജീവിതത്തിൽ തിന്നാൻ ഇഷ്ടമുള്ള പല സാധനങ്ങളോ മുന്നിലൂടെ കടന്നു പോയാലും പത്മവിഭൂഷണ് ആദരിക്കപ്പെട്ട KJ യേശുദാസ് അതിൻ്റെ നേരെ നോക്കില്ല, തൊടില്ല, കഴിക്കില്ല. കാരണം ഹി ഈസ് റിട്ടൺ ദാറ്റ് ഐ ആം എ സിംഗർ. അപ്പം ഞാൻ നിങ്ങളൊരു പ്രൊഫഷനിൽ എഴുതാനല്ല പറയുന്നത്. ഐ ആം വാട്ട്? ആ തിളച്ച് വരുന്ന സാധനം ഉണ്ടല്ലോ. ഇഫ് സംബഡി ബിലീവ്സ് ഐ ആം ബ്യൂട്ടിഫുൾ, റൈറ്റ് ഇറ്റ്. ഇഫ് ഐ ആം ഹാൻസം, റൈറ്റ് ഇറ്റ്. ഐ ആം ഇൻ്റലിജൻറ്റ്, റൈറ്റ് ഇറ്റ്. എന്തോ പോലെ തോന്നുന്നില്ലേ സാറേ? അയ്യേ, ഞാൻ എന്നെ കുറിച്ച് നല്ലത് എഴുതേ. അയ്യേ, എന്തോ പോലെ ആവുന്നു. സത്യമായിട്ട് തോന്നുന്നില്ലേ? എന്തോ ഒരു സാധനം തടയുന്നില്ലേ? ടെൽ മീ ഓണസ്റ്റ്ലി. എനിക്കറിയാം സൈക്കോളജി. ബോൾഡായിട്ട് എഴുതിക്കോ. ഐ ആം, ഐ ആം. ഉത്തരം എളുപ്പത്തിൽ വരുന്നുണ്ടോ? ടെൽ മീ ഓണസ്റ്റ്ലി, ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടിക്കൊണ്ട് നിനക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? ഐ ആം സംതിങ് ദാറ്റ് കിക്സ് യു ഫ്രം ഇൻസൈഡ്. മുഹമ്മദ് അലി റിങ്ങിൽ ഇറങ്ങി എതിരാളി റിങ്ങിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ അയാൾ കയറി വരുമ്പോൾ കണ്ണിലേക്ക് നോക്കിയിട്ട് മുഹമ്മദ് അലി കൈ മുഷ്ടി ചുരുട്ടിയിട്ട് അലറും, ഐ ആം ദ കിങ്, ഐ ആം ദ കിങ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ലാറി ഫ്രൈസർ അല്ലോ എൻ്റെ അമ്മോ പോണോ മുട്ടണോ എന്നൊരു തോന്നൽ വരും അല്ലേ. മുഹമ്മദ് അലിയുടെ ടാഗ് ലൈനായിരുന്നു ഐ ആം ദ കിങ്. അയാൾ ജീവിച്ചത് എങ്ങനെയാ? ബോക്സിങ്ങിലെ ഇതിഹാസമാണ്. രാജാവായിട്ടാണ് ജീവിച്ചത്. നമ്മളോ ഐ ആം കുഴപ്പമില്ല, എഴുതണമെന്നുണ്ട് സാറേ, ബട്ട് ഐ ആം, എനിക്ക് മാർക്കില്ലല്ലോ. എഴുതിയോ? ശ്രമിച്ചോ? വരുന്നില്ല. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും അതിനൊരു ഉത്തരം കണ്ടെത്തണം എന്ന് ആഗ്രഹമുണ്ടോ? കേട്ടില്ല. യെസ് ഓർ നോ? ഗുഡ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എഴുതാൻ ശ്രമിച്ചത് എഴുതിയെങ്കിൽ ഇനി ഞാൻ നിങ്ങളോടൊരു സംഗതിയും കൂടെ റിക്വസ്റ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ആ പേപ്പറിൽ, ആ പാഡിൽ 1 എന്ന ഡിജിറ്റ് എഴുതുക. റൈറ്റ് ദ ഡിജിറ്റ് 1. എന്നിട്ട് 2 കുത്തിടുക.
നമ്മൾ റേഷ്യോ എഴുതില്ലേ, അനുപാതം എഴുതില്ലേ, 1:2 എന്ന് എഴുതില്ലേ, 1:2 എന്ന് എഴുതുക. 1:2 2 കുത്തെഴുതുക. എന്നിട്ട് 4 എന്ന ഡിജിറ്റ് എഴുതുക. 4 ഫോളോഡ് ബൈ 12 zeros, 12 പൂജ്യം ഇടുക. നാല് തുടർന്ന് 12 പൂജ്യം ഇട്ടില്ലേ. Now you will get a number, my good friends. ഒരു സംഖ്യ കിട്ടും അല്ലേ. 4 followed by 12 zeros. Any idea what is that number? Probably something which we normally use ചെയ്യുന്നൊരു സാധനമല്ല അല്ലേ. ബില്യൻ്റെ പുറത്തേക്ക് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാറില്ല. 4 followed by 12 zeros, my good friends, will take you to 4 trillion. Trillion. Trillion is 100 billion makes 1 trillion. It's so huge a number. ശത കോടി 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 4 trillion. This number is very, 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 very significant in your life. ഈ 4 ട്രില്യൺ എന്ന സംഖ്യ ഉണ്ടല്ലോ, ഈ നമ്പർ നിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു നമ്പറാണ്. ബിക്കോസ് ദ ചാൻസ് ഓഫ് യു ബീയിങ് ബോൺ ആസ് യു ഈസ് 1:4 trillion. നീയായി ജനിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ദ ബയോളജിക്കൽ പ്രോബബിൾ റീസൺ. 4 ട്രില്യൺ മെയിൽ സ്പേംസിൽ നിന്ന് ഒരു അണ്ടവും ഒരു കോശവും തമ്മിലുള്ള സംയോജനമാണല്ലോ ജന്മത്തിന്റെ അടിസ്ഥാനം. A sperm getting ovulated with an egg. Am I correct? 4 ട്രില്യൺ മെയിൽ സ്പേംസിൽ നിന്ന് മനസ്സിൽ കണ്ടോ 3 followed by 12 nines. അത്രയും സ്പേംസിനോട് പറഞ്ഞു, സോറി, നീയല്ല 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 നീയല്ല, കമാൺ. 4 ട്രില്യൺ. 4 ട്രില്യണിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് പൊന്നു സുഹൃത്തെ ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. 4 ട്രില്യണിൽ നിന്ന്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ആൻ ആക്സിഡന്റ്? യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ആണോ? അല്ല. ഇറ്റ് ഈസ് എ ഡിവൈൻ എക്സലന്റ് ചോയ്സ്. ശ്രേഷ്ഠമായ ഒരു തെരഞ്ഞെടുപ്പാണത്. ഡിവൈൻ എക്സലന്റ് ചോയ്സ്. 4 ട്രില്യൺ ഒന്നിനെടുത്തതാ സുഹൃത്തെ. ചെറിയൊരു മത്സരമാണോ നമ്മൾ ജയിച്ചത്? 4 ട്രില്യണിൽ നിന്ന്. 4 ട്രില്യൺ ആൾ IIT പരീക്ഷ എഴുതുന്നുണ്ടോ? 4 ട്രില്യൺ ഓൾ ഇന്ത്യ എക്സാം എഴുതുന്നുണ്ടോ? മെഡിക്കൽ എക്സാം ഇല്ലല്ലോ. 4 ട്രില്യൺ ആളോട് ഇനി മത്സരിക്കാനില്ലല്ലോ. 4 ട്രില്യൺ ആൾക്കാരോട് പൊരുതി ജനിച്ചതാണ് എൻ്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ ഓരോരുത്തരും. എപ്പോഴെങ്കിലും ഒരു കയ്യടി കൊടുത്തിട്ടുണ്ടോ? ചെറിയൊരു മത്സരമാണോ ജയിച്ചത്? അടിച്ചോ, മുട്ടണ്ട, അടിച്ചോ. 4 ട്രില്യണോട് ജയിച്ചതിന്റെ ഒരു ആവേശത്തോടെ അടിക്കണം. 1:4 trillion. 1:4 trillion. And the reason for your selection is excellence. ആ 4 ട്രില്യണിൽ സുഹൃത്തെ നീയാണ് എക്സലന്റ് എന്ന് ആ കോണ്ടെക്സ്റ്റിൽ തീരുമാനമായത് കൊണ്ടാണ് നിനക്ക് നിരക്ക് വീണത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും ജന്മത്തിന്റെ മൂലാധാരം എക്സലൻസ് ആണ്. The reason for your birth is excellence. ചുരുക്കി പറഞ്ഞാൽ excellence is my birthright. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ഗുഡ്, യു റീകോൾ ദാറ്റ്. ഞാൻ അടുത്തത് പറയപ്പോൾ ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. ഒരു റെവല്യൂഷൻ നമുക്ക് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ലേ? ആരാ അത് പറഞ്ഞത്? എക്സലന്റ്. ഇത് നല്ല അറിവുള്ള സാധാരണ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയും. തിലകൻ പറഞ്ഞു ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. ഇനി ഇന്ത്യ രണ്ടാമതൊരു റെവല്യൂഷന് കാത്തു നിൽക്കുകയാണ്. എന്താണ്? എക്സലൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ജന്മാവകാശമാണ് എന്ത്? എക്സലൻസ്. ഒന്ന് ഉറക്കെ പറയോ എൻ്റെ കൂടെ? എക്സലൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. ഇവിടെ ആ ശബ്ദം കൂടുതൽ കേട്ടോ.
1, 2, 3. മൈക്കില്ലാതെ നിങ്ങളെക്കാൾ ശബ്ദത്തിൽ ഞാൻ പറയും. എക്സലൻസ് ഈസ് മൈ ബർത്ത്ഡേ. എനിക്കല്ലേ ശബ്ദം കൂടുതൽ? ഒന്നുകൂടെ നോക്കട്ടെ. കണ്ടോ, ശബ്ദം പോയി. കണ്ടോ, നമുക്ക് എപ്പോഴും ഇത് വിളിച്ചു വരാൻ ഒരു നേതാവ് വേണം. എന്തിനാ സുഹൃത്തെ താനസ് തട്ടി പറഞ്ഞോ, ഞാനേ 1 in 4 trillion. എക്സലൻസ് ഈസ് മൈ എക്സലൻസ്. അത് വേണമെന്ന് തീരുമാനിച്ചാൽ പണി നടക്കും. ഐ വാസ് ഹാപ്പി വെൻ കമൽ വരദൂർ വാസ് റിമൈൻഡിങ് യു അബൌട്ട് വാട്ട് സച്ചിൻ റെഡ് ഫ്രം ഹിസ് പോക്കറ്റ്. ആദ്യം പറഞ്ഞത് മൈ ഫാദർ, ഇഫ് യു ഗോട്ട് എ ചാൻസ് ടു ബി ഓൺ ദിസ് പ്ലാനറ്റ് ആസ് 1 in 4 trillion, the first and foremost reason is your mother. She gave you the permission. ആ വാതിൽ തുറന്നു പിടിച്ചതുകൊണ്ടാണ് നിർണായക സമയത്ത് നിങ്ങൾ അകത്ത് കയറിയത്. സെക്കൻഡ് റീസൺ ഈസ് യുവർ ഫാദർ who gave the provision. Am I correct? തേർഡ് റീസൺ ഈസ് യുവർ ടീച്ചർ. നിനക്ക് തെറ്റാതെ 4, 12, 0 കൂട്ടി എഴുതി 4 trillion എന്ന് എഴുതാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരാണ്? യുവർ ടീച്ചർ. ഒരു കൈയടി കൊടുത്തേക്ക് ടീച്ചർക്ക്, അല്ലെങ്കിൽ തെറ്റിപ്പോവല്ലോ അല്ലേ? അവള് എഴുതുമ്പോൾ എണ്ണുന്നുണ്ടായിരുന്നു. 0 എഴുതുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. Am I correct? ഇത് സാർ ഇതെങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഇരിക്കുന്ന 460 ആൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ കാണും. 4 trillion ഇറങ്ങി വന്നിട്ട് മക്കളെ വെറുതെ ഒരു എഞ്ചിനീയറോ ഡോക്ടറായിട്ട് തിരിച്ചു പോകാനുള്ള സാധനമാണോ അത്? അതൊരു വക്കീലോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ? അതിൻ്റെ അപ്പുറത്ത് എന്തോ ഒന്നുണ്ട്. ഡു യു എഗ്രി? ആ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവണം, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം യു ഷുഡ് ബി ലുക്കിംഗ് അറ്റ് യുവർ കരിയർ. കരിയർ എന്ന വേർഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? CARER. അതിൽ 2 അല്ലെങ്കിൽ ഒരു സ്പെല്ലിങ്ങിൽ ഒരു മാറ്റം വരുത്തിയാൽ ദർ ഇസ് അനദർ കാരിയർ. അതെവിടെയാണ് കണ്ടിട്ടുള്ളത്? സംബഡി ഹു ഈസ് ക്യാരിയിങ്. സൈക്കിളിന്റെ പുറകിൽ എന്ത് കണ്ടിട്ടുണ്ട്? കാരിയർ. യുവർ കരിയർ ഷുഡ് നോട്ട് ബി യുവർ കാരിയർ. ഇത് പുറകിൽ വെച്ച് കൊണ്ടുപോകാനുള്ള സാധനമല്ല. യുവർ കരിയർ ഷുഡ് ബി യുവർ കാരിയർ. ഇറ്റ് ഷുഡ് ക്യാരി യു ടു സംവെയർ ടുവേർഡ്സ് എക്സലൻസ്, നോട്ട് ജസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നിങ്ങളെ ക്യാരി ചെയ്യണം, എടുത്തു കൊണ്ടുപോകണം, എഴുതാൻ പറ്റണം. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഐ ആം എന്ന് ചോദിച്ചാൽ യെസ് ഐ ആം ദ മോസ്റ്റ് ഇന്റലിജന്റ് സൈക്യാട്രിസ്റ്റ്, ഐ ആം എ മാൻ ഓഫ് വർത്ത്. അതിലേക്ക് നോക്കുന്ന ഒരു കരിയറിലേക്ക് നിങ്ങളെ സ്വീകരിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പതിവ് കാണുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റോ IITക്ക് എത്ര സ്കോർ കിട്ടിയാൽ അകത്ത് കയറാമെന്നോ അല്ലെങ്കിൽ LLB പരീക്ഷയ്ക്ക് ഏത് കോളേജാണ് നല്ലതെന്നോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിങ്ങളിൽ ഒരു ചെറിയ മാറ്റം വേണം. ഒരിക്കലൊരു കടൽ തീരത്തു കൂടെ കുറേ ആമക്കുഞ്ഞുങ്ങളിങ്ങനെ കളിച്ചു പോവായിരുന്നു. ഒരു കൂട്ടം ആമകളുണ്ട്. അപ്പോൾ ഈ ആമകൾ ഇങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ഇടയിൽ ഒരു കുസൃതിയായ ആമ കുറച്ച് സ്പീഡിൽ ഓടാൻ തുടങ്ങി. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വികൃതി കൂടുതലാണ്, തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. ഈ ഗോട്ട് ഐസൊലേറ്റഡ് ഫ്രം ദ ഗ്രൂപ്പ്. അപ്പോൾ ഈ ആമക്കുഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കുറുക്കൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആമ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയി 10-15 മിനിറ്റ് മറ്റുള്ളവർ വരുന്നതിനേക്കാൾ വളരെ മുന്നിലെത്തി ഒറ്റയ്ക്ക് പോകുന്ന ഈ ആമയുടെ ശ്രദ്ധ നഷ്ടപ്പെട്ട നിമിഷത്തിൽ പമ്മി വന്ന് ഈ കുറുക്കൻ ആമയുടെ കഴുത്തിന് തന്നെ പിടിച്ചു. ഈ ആമയുടെ കഴുത്തിന് പിടി വീണാലേ അതിനെ നിങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, കുറുക്കൻ ആമയെ കിട്ടിയ പോലെ കഴുത്തുള്ളോട്ട് വലിച്ചാൽ നിങ്ങൾക്ക് ആ തോട് പൊളിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ പിടി വീണത് കഴുത്തിൽ തന്നെയാണ്. കഴുത്തിൽ പിടി വീണു. ആമയ്ക്ക് മനസ്സിലായി തൻ്റെ ജീവൻ അവസാനിക്കും. കാരണം ഞെരിച്ചമർത്തി കുറുക്കൻ ഈ ആമയെ കടിച്ച് തിന്നാൻ പോകുമ്പോഴേക്കും ദയനീയമായ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് ഈ ആമക്കുഞ്ഞ് കുറുക്കനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എനിക്കൊരു 2 മിനിറ്റ് കൂടെ തരണം. ക്യാൻ യു ഗിവ് മീ 2 more minutes? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എനിക്ക് അറിയാം നിന്റെ സൂത്രം എന്താ. പിടി വിട്ടാൽ നീ കഴുത്ത് വലിക്കും. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ. പക്ഷെ വളരെ ദയനീയമായ കണ്ണുകളോടെ കുറുക്കനെ നോക്കി ആമ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും ചോദിക്കില്ല, ഒരു 2 മിനിറ്റും കൂടെ അഡീഷണൽ നീ എനിക്ക് തരണം. എന്തോ പതിവില്ലാത്ത ഒരു റിക്വസ്റ്റ് ആയതുകൊണ്ട്
മനസ്സില്ല മനസ്സോടെ കുറുക്കൻ ആമയുടെ പിടിവിട്ടു. വിട്ട ഉടനെ ഈ ആമ മണ്ണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. കാലുകൊണ്ട് അങ്ങോട്ട് മാന്തുന്നുണ്ട്, കോരുന്നുണ്ട്, മണൽ വാരി എറിയുന്നുണ്ട്. അവിടെ ആകെ കൊത്തി കീറുന്നുണ്ട് ആ ആമ. 2-3 മിനിറ്റ് ഓടി തുള്ളിച്ചാടി കളിച്ച് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തല ഉള്ളോട്ട് വലിക്കാതെ ഈ ആമ കുഞ്ഞ് കുറുക്കൻ്റെ മുന്നിൽ വന്ന് സറണ്ടർ ചെയ്തു. പിടിച്ചോ, തിന്നോ. കുറുക്കൻ ആമയുടെ കഴുത്തിന് എന്നെ പിടിച്ചു. ഞെരിച്ചമർത്തി തിന്നാൻ പോകുന്നതിന് മുന്നേ കുറുക്കന് ഭയങ്കര സംശയം തോന്നി. കുറുക്കൻ ആ ആമയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മരിക്കുമെന്ന് ഉറപ്പുള്ള അവസാനത്തെ 3 നിമിഷമാണ് അവന് കിട്ടിയത്. ഞാൻ തീരുമാനിച്ചത് ഇവൻ എന്ത് വികൃതി കാണിച്ചാലും എന്ത് വിക്രിയ കാണിച്ചാലും ഞാൻ അവനെ പിടിക്കും. പക്ഷെ ഈ മരണത്തിൻ്റെ തൊട്ടു മുന്നേയുള്ള ഈ 3 മിനിറ്റും ഇവൻ എങ്ങനെയാണ് ഇത്ര ആനന്ദത്തോടെ ഇവിടെ കുത്തി മറിഞ്ഞത്? എങ്ങനെയാണ് ഇവനിവിടെ കളിക്കാൻ പറ്റിയത്? സംശയത്തോടെ ഈ കുറുക്കൻ ആമയോട് ചോദിച്ചു, ഞാൻ എന്നെ ശ്രദ്ധിക്കുകയായിരുന്നു, മരിക്കുമെന്ന് ഉറപ്പുള്ള അവസാന 3 നിമിഷവും എന്താണ് നീ ഇവിടെ കാട്ടിക്കൂട്ടിയത്? എങ്ങനെയാണ് നിനക്കിങ്ങനെ കളിക്കാൻ പറ്റിയത്? ദയനീയമായ കണ്ണുകളോടെ കുറുക്കനെ നോക്കി ആ ആമ പറഞ്ഞു, നിമിഷങ്ങൾക്കുള്ളിൽ നീ എന്നെ തിന്നും, അതെനിക്കറിയാം. എൻ്റെ തോടും എൻ്റെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളും എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളും ഇവിടെ ഈ മണൽപ്പരപ്പിലിങ്ങനെ കിടക്കും. എൻ്റെ കൂട്ടുകാരായ ആമക്കുഞ്ഞുങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലൂടെ നടന്നു വരുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇവിടെ കിടക്കുന്നത് കാണാം. പക്ഷേ അവർ ഒരു സംഗതി കൂടെ കാണും. എൻ്റെ ചെതറിക്കിടക്കുന്ന ശരീരത്തിൻ്റെ അടുത്ത് ഞാനിവിടെ കോറിയിട്ട ഈ വരയും കുറികളും കാണുമ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കും, ആ കുറുക്കനോട് അവസാന നിമിഷം വരെ പൊരുതിയാണ് ഞാൻ മരിച്ചത് എന്നതിൻ്റെ ഒരു അടയാളം എനിക്കിവിടെ ശേഷിപ്പിക്കാനാകും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കരിയറിൽ നന്മയുടെ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്നതിൻ്റെ ഒരു അടയാളം ശേഷിപ്പിക്കാൻ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്കാകണം. അപ്പോഴേ ആ 1 in 4 trillion ജസ്റ്റിഫൈഡ് ആവുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ പറഞ്ഞത് ഐ ആം ഡാഷ്. എന്തടയാളമാണ് ഞാൻ ശേഷിപ്പിക്കുക? 3 വാക്കുകളായിരിക്കാം നിങ്ങൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നത്. ആദ്യത്തേത് എന്താ? സർവൈവൽ. എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കണം. ആം ഐ കറക്റ്റ്? അതോ എന്തിലേക്ക് പോകണം? സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയം. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? What is significant for you, my good friend? ജീവിതത്തിൽ നിനക്ക് പ്രാധാന്യമുള്ളത് എന്ത്? Is it that you just want to exist? Or would you love to leave a mark? If you want to leave a mark on this planet, never walk with dragging feet. നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചതിൻ്റെ ഒരു കാലടയാളം ബാക്കി വെക്കണമെങ്കിൽ വലിഞ്ഞഴഞ്ഞ് നീങ്ങുന്ന കാൽപ്പാടുകളുമായി നടക്കരുത് എന്ന് പറഞ്ഞത് മഹാനായ APJ അബ്ദുൽ കലാമാണ്. ഡോണ്ട് ഡ്രാഗ് യുവർ ഫീറ്റ്സ്, യു വോണ്ട് ബി ഏബിൾ ടു ലീവ് എനി മാർക്ക്. പണ്ട് സംതിങ് സിഗ്നിഫിക്കൻ്റ് നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ മടുപ്പ് വരും. ആ സിഗ്നിഫിക്കൻസ് കണ്ടെത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കമൽ സാറ് സച്ചിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് എടുക്കുമ്പോൾ ചോദിക്കലുണ്ട്, എന്താകാനാണ് ആഗ്രഹം? പറഞ്ഞോ, വാട്ട് വുഡ് യു, എന്താകാനാണ് ഇഷ്ടം, ആഗ്രഹം എന്താണ്? അല്ലെങ്കിൽ ബുക്കിൽ എഴുതിക്കോ. ഞാൻ ഈ 9ാം ക്ലാസ്സിലെ കുട്ടികളോട് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത്, സാർ എനിക്ക് സച്ചിനാവണം. എന്താവാത്ത? അച്ഛൻ സമ്മതിക്കുന്നില്ലടോ. എന്താ സച്ചിനാവാത്ത? നമ്മളെ വീട്ടിലെ ഐറ്റം ഉണ്ട്, ഷാറൂഖ് ഖാൻ ആവാൻ നടക്കുന്ന ആളാ.
ഇന്നിപ്പോൾ ക്ലാസ് വെച്ചുകൊണ്ട് റേസോ ഏതോ ഇറങ്ങിയിട്ടില്ലേ, അതിൻ്റെ വിഷമത്തിലാണ്. അപ്പോൾ എന്താ ഷാറൂഖ് ഖാൻ ആവാത്ത? അച്ഛ സമ്മതിക്കുന്നില്ല. അച്ഛ സമ്മതിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ അകമ്പുറം മറിച്ചേനെ. സച്ചിൻ ടെണ്ടുൽക്കറിനോട് ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 100ാമത്തെ സെഞ്ചുറി അടിച്ചപ്പോൾ സച്ചിനോട് ഈ ചോദ്യം ചോദിച്ചു, ഒരു കുട്ടിക്ക് സച്ചിൻ ആകണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഇതേ ചോദ്യമാണ് ചോദിച്ചത്. സച്ചിൻ ഒരു മറുപടി പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടു. ബംഗ്ലാദേശിനെതിരെ 100ാമത്തെ സെഞ്ചുറി നേടിയപ്പോൾ സച്ചിനോട് ചോദിച്ച ഫീൽഡിൽ വെച്ച് നടത്തിയ ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കുട്ടിക്ക് സച്ചിൻ ആകണമെങ്കിൽ വാട്ട് മെസ്സേജ് യു ഹാവ് ടു ഷെയർ വിത്ത് ഹിം. അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. Especially tough when you know that, I started off the season batting reasonably well, batted well in Australia, and felt at times I was luckless. And doesn't matter how many hundreds you score, you still have to, put your head down, grind it out, and do the job for the team. Were you thinking about the milestone? I was not, to be honest. Precisely a year ago, when I got my 99th 100, no one spoke about it during the World Cup. And then it was, I guess, the media who started all this. And, everywhere, wherever I went, to restaurant, the housekeeping, room service, whoever met me just spoke about the 100th 100. And it became a little difficult mentally because, I'm not playing only for my 100th 100. The 99 hundreds that I scored, nobody spoke about that. Everyone was talking only about 100th 100, and everyone had their opinions, but eventually I've got to do what is important for the team. Tell us what was going through your mind into the 80s, into the 90s. Was it different this time around? It was slightly different because, I felt the ball was not coming onto the bat, and when I was talking with Virat, he also felt the same, and something that the total that we had in mind was about 280, 275, 280. If we can get to that total, then it would be a good total on this track, because I didn't bat much in the earlier match, but what Virat had to say is, this wicket is slower than the last one. Do you realize what you have achieved? Because it may not be ever achieved again by any mortal. No, it hasn't sunk in, but I've definitely lost about 50 kilos. You look very sharp, very fit. A child who is watching Sachin Tendulkar, who wants to be a Sachin Tendulkar, what message do you have for that little kid? Enjoy the game and chase your dreams. I think dreams do come true. I had to wait for one for 22 years. We won the World Cup after 22 years of international cricket. So dreams do come true. So don't stop chasing your dreams. Well, you've been a fantastic ambassador for the game. Many congratulations, and may you have another 100 more. Thank you so much. Thanks, Sachin. Thanks. Thank you. $73 Guinness records. ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരതരത്ന അദ്ദേഹത്തിൻ്റെ കബോർഡിലിരിക്കുന്നുണ്ട്. 73 Guinness records. No human being probably going to achieve this kind of a feat in the game called cricket. സച്ചിനോട് ചോദിച്ചു, ഒരു കുട്ടിക്ക് സച്ചിൻ ആകണം, എന്ത് മെസ്സേജാണ് ഷെയർ ചെയ്യാനുള്ളത്? വാട്ട് വാസ് ഹിസ് ആൻസർ? ചേസ് യുവർ ഡ്രീംസിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, എൻജോയ് ദ ഗെയിം ആൻഡ് ചേസ് യുവർ ഡ്രീംസ്. എൻജോയ് ദ ഗെയിം, then chase your dreams. Dreams do come true. He was not speaking about the game called cricket. He was speaking about the game called life. Enjoy the game, then chase your dreams. How many of you, ആരും കൈയുയർത്തി ഉത്തരം തരണ്ട, സത്യസന്ധമായി നിങ്ങളോട് ചോദിച്ചു, how many of you really enjoy the process called education? ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അഭ്യാസം സത്യത്തിൽ എത്ര പേര് ആസ്വദിക്കുന്നുണ്ട്? 16ാമത്തെ വയസ്സിൽ ഇന്ത്യൻ നാഷണൽ ടീമിലാണ് കളിക്കുന്നത്. ദിലീപ് വെങ്സർക്കാർ, സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്,
ശ്രീകാന്ത്, പ്രഗത്ഭരായ നിരയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ 16 വയസ്സുള്ള ചെക്ക എങ്ങനെ നടക്കുക. അപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഉള്ളിലുള്ളവർ പറഞ്ഞെന്താ, ഇവൻ എന്തോ രഞ്ജി ട്രോഫിയിൽ എന്തോ ഡബിൾ സെഞ്ചുറി അടിച്ചു, അതിൻ്റെ പെടപ്പായിട്ട് വന്നിരിക്കുക. ഇത് കളി വേറെയാ. ആരെയാ ഫസ്റ്റ് കളി അറിയോ? വക്കാർ യൂനസ് ആൻഡ് വസീം അക്രത്തിൻ്റെ ഓപ്പണിംഗ് സ്പെൽ. ജീവിതത്തിൽ ആദ്യത്തെ കളി കളിക്കാൻ പോകുന്നത് പ്രസിഡൻസ് 11 ഓഫ് പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യൻ ടീം. ഓക്കെ, ഈ ബാറ്റും എടുത്ത് സിദ്ധുവിൻ്റെ കൂടെ ഓപ്പണിങ്ങിന് ഇറങ്ങിയപ്പോൾ ആരാ ഓപ്പണിംഗ് സ്പെൽ അറിയോ? വക്കാർ യൂനസ് ആൻഡ് വസീം അക്രം. ലോകത്തിലെ ഏറ്റവും ഫെറോഷ്യസ് ഓപ്പണിംഗ് സ്പെല്ലാണ്. ഗാലറിയിൽ നിന്ന് ആരോ വിളിച്ചു കൂവി എന്നാണ് പറയുന്നത്, നന്നെ മുന്നേ ബച്ചേക്കോ ദൂത് ദേക്കേ ഗർലേജ. ഈ ചെക്കന് പാലുകുടി മാറാത്ത ഇവനെ 14 റൺ എടുത്ത് നിൽക്കുമ്പോൾ വക്കാർ യൂനസിന്റെ ഒരു ബൗൺസർ സച്ചിന്റെ മുഖത്ത് വന്ന് അടിക്കുക. വിത്ത് ബ്ലഡ് ഊസിങ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത് ഹി ഫെൽ ഓൺ ടു ദ പിച്ച്. സിദ്ധു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പിച്ചിന്റെ മറുഭാഗത്ത് നിന്ന് എന്തായാലും ഞാനും കളിയാക്കിയിരുന്നു, പക്ഷേ ഇറ്റ്സ് മൈ ടീംമേറ്റ്. ഞാൻ ആ മറുകരയിൽ നിന്ന് ഓടി ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഞാൻ 3 സെന്റൻസേ കേട്ടിട്ടുള്ളൂ. മേ ഖേലൂങ്ക, മേ ഖേലൂങ്ക, മേ ഖേലൂങ്ക, ഐ വിൽ പ്ലേ, ഐ വിൽ പ്ലേ, ഐ വിൽ പ്ലേ. അന്ന് റിട്ടയർഡ് ഹേർട്ടായി സച്ചിൻ പോയിരുന്നെങ്കിൽ പ്രോബബിളി ദ വേൾഡ് വിൽ നെവർ സീ ദിസ് ജീനിയസ്. പിറ്റേ ദിവസം ലോക മാധ്യമങ്ങൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി, ഇന്ത്യൻ ടീമിന് എന്താ നാണമില്ലേ? ക്രിക്കറ്റിനെ കൊഞ്ഞനും കുത്തുകയാണോ? ഇന്ത്യൻ ടീമിൽ പ്രതിഭാ ദാരിദ്ര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ചെറുകുട്ടികൾ, ഈ പ്രായം തികയാത്തവനൊക്കെ ഇവനെന്താ ഉളുപ്പില്ല? ഇനി അങ്ങോട്ട് നാറ്റിക്കാനില്ല. ഇന്ത്യൻ മീഡിയ അടക്കം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി, ആറിന്റെ ഫീലിംഗ് ashamed ടു ബ്രിങ് എ ബോയ് ലൈക്ക് ദിസ്. എന്നാൽ അതേ സീരീസിൽ 4ാമത്തെ വൺഡേ മാച്ചിൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ലെഗ് സ്പിന്നറായ അബ്ദുൾ ഖാദറിന് ഒരു ഓവറിൽ 5 സിക്സാ കൊടുത്തത്. പട 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 പട. പിറ്റേ ദിവസം മാധ്യമങ്ങൾ എഴുതി, വാച്ച് ഔട്ട് ഫോർ ദിസ് ജീനിയസ്. അടിച്ചോ കൊടുത്തോ ആ ജീനിയസിന്, വാച്ച് ഔട്ട് ഫോർ ദിസ് ജീനിയസ്. അതാണ് കമാൽ സാറ് പറഞ്ഞത്. നിനക്ക് നിന്നിലൊരു വിശ്വാസം വേണം. കരിയർ ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആ വിശ്വാസം ജനിക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താണോ ആദ്യത്തേത്, എന്താ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്നൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുക. രണ്ടാമത്തതോ ലവ് വാട്ട് യു ഡു. നമ്മളിതിൽ എവിടെയാ? ഓപ്ഷൻ നമ്പർ 3 ഉണ്ടോ? എന്ത് ലവ് സാറേ മാത്സ് ചെയ്യുമ്പോൾ? ഞാൻ ആഗ്രഹിക്കുന്ന ഇതൊന്നല്ല. എനിക്ക് മെസ്സി ആവണം. എത്ര മണിക്കാണ് എനിക്ക്? 8:45. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പം നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ പരിഗണിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഘടകങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. അല്ലാതെ എനിക്ക് നിങ്ങളെ ഏത് കോഴ്സിന് പോകണം എന്നുള്ളത് അല്ല. കോഴ്സ് ഈസ് ഡിഫറെൻറ്റ്, കരിയർ ഈസ് ഡിഫറെൻറ്റ്. The richest man probably now, almost in the top 10-ലുള്ള Alibaba.com-ന്റെ അധിപൻ ജാക്ക് മാ. Go and Google what is his qualification. The youngest billionaire on the planet who became billionaire overnight, Mark Zuckerberg. ഇവരാകാനല്ല കേട്ടോ ഞങ്ങളോട് പറയുന്നത്. അവരുടെ ഒരു വഴി നിങ്ങൾക്ക് കിട്ടൂല. പക്ഷേ ഇവൻ എവിടെയാണ് ഇതിലേതായിരിക്കും അവൻ പരിഗണിച്ചത്? അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ഘടകങ്ങൾ പറയാം. എന്തിനാ കരിയർ നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്താ? ഇത് നോക്കി പോകുന്നവരുണ്ട്. ഓക്കെ, ഇതൊരു ആകർഷകത്വമാണോ അല്ലയോ? അല്ലേ? അപ്പൊ ചിലവർക്ക് ഇതാണ് വേണ്ടത്. ഏത്? സാറേ ഇങ്ങനെ അധ്വാനിക്കാനൊന്നും വയ്യ, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലി ഏതാ? പറഞ്ഞോ, അവർക്ക് പറഞ്ഞോ. ഓ, ഗവൺമെന്റ് സർവീസ്. കറക്റ്റ്. കയറിയാൽ മതി. അതിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് സ്ഥാനമുണ്ട്. ഏതാ? കറക്റ്റ്. ആരുമില്ല, ടീച്ചർമാരൊക്കെ സമ്മതം തന്നുണ്ട്. ടീച്ചിങ് എളുപ്പാ സാറേ. ടാർഗറ്റ് ഇല്ല. ടാർഗറ്റ് ഉണ്ടോ ഇത്ര ആളെ പാസ്സാക്കണമെന്ന്? വെറുതെ പരീക്ഷ ഹാളിൻ്റെ മുന്നിൽ കൂടെ പോയ ആരോ ഇവിടെ 10ാം ക്ലാസ് പാസ്സായി കൊണ്ടേക്കോ, അങ്ങനത്തെ സമയം. ഇപ്പോൾ
ഇപ്പോൾ 10ാം ക്ലാസ് എങ്ങനെ തോൽക്കാമെന്നുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേതിനൊരു ഡിമാൻഡും ഇല്ല. എന്ത് പരീക്ഷ പേടി, ആർക്ക് പേടി? പാരൻസിന് പേടിയില്ല. എന്ത് നമുക്ക് നല്ലോണം അറിയാം. ഇത് തോൽക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലേ? ഇപ്പം കംഫർട്ട് നോക്കി പോകുന്നവരുണ്ട്, അതാണ് നിങ്ങളുടെ പ്രിഫറൻസ്. സെക്യൂരിറ്റി, ജോലിയിൽ കയറിയാൽ പിന്നെ പേടിക്കാനില്ല, അതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. സേഫാണ്, മെനക്കെടണ്ട, സേഫാണ്. സ്റ്റേറ്റസ് നോക്കി പോകുന്ന ജോലി ഏതാ? ഡോക്ടർ, എഞ്ചിനീയേഴ്സിന് ഇതൊക്കെ കുറേ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വം സ്റ്റേറ്റസാണ്. സിവിൽ സർവീസ്, ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ആകെയുള്ള അട്രാക്ഷൻ എന്താ? സിവിൽ സർവീസുകാരൻ്റെ ശമ്പളം അത്ര വലിയൊരു IT പ്രൊഫഷണലിൻ്റെ ശമ്പളം ചിലപ്പോൾ സിവിൽ സർവീസുകാരന് കിട്ടുന്നില്ല. കംഫർട്ടബിൾ ജോബാണോ? ഇന്നത്തെ പത്രത്തിൽ ടോം ജോസ് തുടരണോ കണ്ടില്ലേ? ഡൂൺ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്, പക്ഷേ ഇങ്ങോട്ട് ചാട്ടിയ, ഇങ്ങോട്ട് ആട്ടിയ, ഇങ്ങോട്ട് ചാട്ടിയ, ഇങ്ങോട്ട് ചാട്ടിയ, ഇങ്ങനെ പോണ്ടി വരും. ഓക്കെ, പക്ഷേ എന്തുണ്ട്? ആ ലൈറ്റൊക്കെ വെച്ച് കൊടി വെച്ച കാറിലിങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ, അതുകൊണ്ടാണ് ഇതിന് ആദ്യത്തെ ദിവസം 500 ആളുണ്ടാവും ട്രെയിനിങ്ങിന്. 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും 150 ആവും. അത് കഴിയും. ഏത് കിങ് പടം കണ്ട പോലെയാ. പ്രശാന്ത് സാറിൻ്റെ ഒരു സ്പീച്ചൊക്കെ കേട്ടാൽ ഇന്ന് ഇനി വേറൊന്നും നോട്ടല്ല, സിവിൽ സർവീസിൻ്റെ ആയിട്ട് തന്നെ കാര്യം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, അത് നോക്കിയിട്ടാണോ പോകുന്നത്? ഇത് നോക്കി പോകുന്ന ഇൻഡസ്ട്രി ഉണ്ട്. ഏതാത്? ഏതാ ഗ്ലാമർ ഇൻഡസ്ട്രി? ഏതാ? ഫിലിം, ജേർണലിസം. അവിടെയാണ് നന്നായി കമൽ സാർ, അവിടെയാണ് ഈ തെറ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം നടക്കുന്നത്. ജേർണലിസം ആക്ച്വലി ഒരു ഗ്ലാമർ ഇൻഡസ്ട്രി അല്ല, ഇറ്റ്സ് ആക്ച്വലി എ നോളജ് ഇൻഡസ്ട്രി. പക്ഷേ ഞാൻ ജേർണലിസ്റ്റാണ്, അതുകൊണ്ട് എന്താ, ഞാൻ എവിടെയും കയറി ചെല്ലും. ഷാറൂഖ് ഖാൻ ഇവിടെ വന്നാൽ ഇനി ഏത് ജേർണലിസ്റ്റ് അല്ലേ, ഏത് സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചാലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം അവർക്ക് ആ സാധനം ഉണ്ട്, ഗ്ലാമർ. മീഡിയ ഓക്കെ, പക്ഷെ ജേർണലിസത്തിൽ ഒരു വക്കീലന്മാരുടെ ഒരു പ്രശ്നത, ഇതൊരു സ്റ്റാറ്റസ് ജോലിയല്ല ശരിക്കും. വക്കീൽ പണി ഒരു നോളജ് ഇൻഡസ്ട്രിയാണ്. യു ഷുഡ് ഹാവ് നോളജ്, ഇറ്റ്സ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ പെൺകുട്ടികളുടെ വലിയൊരു ഗ്ലാമർ ഇതാണ് ഫാഷൻ ഡിസൈനിങ്. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിനാണ്. രാവിലെ കാണുമ്പോൾ ചോദിച്ചു, മോളെ എന്താ തീരുമാനിച്ചോ? ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. ഉച്ചയ്ക്ക് ആ കുട്ടി തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു ബ്രൗൺ കവറുണ്ട്. ഇപ്പോൾ വേറൊരു ഫ്രണ്ട് ചോദിച്ചു, +2 കഴിഞ്ഞ് എന്താ തീരുമാനിച്ചോ? ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റാണ്. കവറ് വാങ്ങിയപ്പോഴേക്കും എന്തായി? ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റുക. ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഫാഷൻ ഡിസൈനർ ആവുമോ? ഇല്ലല്ലോ. നമ്മൾ ആൺകുട്ടികളുടെ സാധനമാണ്. എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം. എന്താ, എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണം. അതിനെന്താ വേണ്ടത്? 8 ലക്ഷത്തിൻ്റെ ക്യാമറ വേണം, ട്രൈപോഡ് വേണം, 3 Idiots കണ്ടതിന് ശേഷം കംപ്ലീറ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ്. വീട്ടിലൊരു 8കാരി കട്ടുമലേക്ക് ചാടി എൻ്റെ വാ എന്ന് പറഞ്ഞിട്ട് പായുന്നവനാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോകുന്നത്. അപ്പോൾ അത് നോക്കി പോകുന്നവരുണ്ട്. പക്ഷെ അതിലൊറ്റ കാര്യം പറയുള്ളൂ, ഇന്ത്യയിൽ ഒരു ഷാറൂഖ് ഖാനേ ഉള്ളൂ, ഒരു മോഹൻലാലേ ഉള്ളൂ, ഒരു ഐശ്വര്യ റായേ ഉള്ളൂ. അതാണ് അതിൻ്റെ ടഫ്നെസ്. ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കിയിട്ടാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് എൻജിനീയറിങ്ങിൽ ഈ പറഞ്ഞ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, എന്തു പറ്റി ആ മാർക്കറ്റിന് ഇത്രയാളെ അബ്സോർബ് ചെയ്യാനുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല? IT വാസ് ദ മേജർ അട്രാക്ഷൻ. You'll have to think, 5 years Donald Trump is going to rule America. Donald Trump will not entertain outsourcing. ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ ഇപ്പം നമ്മളെ സ്വാധീനിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് രക്ഷിതാക്കൾ പറയുന്നത്, ഇതൊക്കെ ഉള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കണം. ഇനി നമ്മൾ ഒരു തമ്മിലുള്ള കച്ചറ എവിടുന്നാണ് തുടങ്ങുന്നത് നോക്കാം. നമ്മളെ സൈഡ് റൈറ്റ് സൈഡാണ് വരും. ഏത്? നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, അച്ഛൻ്റെ ആഗ്രഹം മകൻ IIT-യിൽ പഠിക്കണം. IIT നിനക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിൽ കയറി എന്താ നമ്മൾ പറയുന്നത്? എന്താ അറിയോ? പറ്റണ്ടേ.
ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ എന്ന് മനസ്സിലാവുന്നില്ല. പോസിബിലിറ്റി, സാധ്യത. നോ, ഡു യു ഹാവ് ദാറ്റ് പോസിബിലിറ്റി? ഇല്ലെങ്കിൽ ചെയ്യരുത്. ഞാൻ ICWA കോഴ്സ് പകുതി വെച്ച് നിർത്തിയ ആളാണ്. മാത്സ് എന്ന കടമ്പയിൽ ഞാൻ തടഞ്ഞു വീണു, ഭാഗ്യമായി. മൈ ലിംഗ്വിസ്റ്റിക് ബ്രെയിൻ ഈസ് ബെറ്റർ ദാൻ മൈ ലോജിക്കൽ ബ്രെയിൻ. ഇത് ഏതോ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ട് എനിക്ക് കരിയറിൽ വലിയ നഷ്ടങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളെ താല്പര്യം എന്താണ്? നിങ്ങളുടെ സാധ്യത എന്താണ്? നിങ്ങൾ എന്തിനോടാണ് കമ്മിറ്റഡ് ആയിട്ടുള്ളത്? ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. ലയണൽ മെസ്സിയുടെ കഥ നമ്മൾ കേട്ടു. 16 വയസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ കേട്ടു. 6ാം ക്ലാസ്സിൽ മൂപ്പര് ക്രിക്കറ്റിനെ പ്രണയിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇതുവരെ കമ്മിറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചെയ്യുന്ന ഒരു സംഗതി എന്താണ്? എന്നാ അതിൽ വേൾഡ് ചാമ്പ്യൻ ആണോ? അതുമല്ല. അപ്പൊ കുട്ടിയുടെ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആറ്റിറ്റ്യൂഡ്. മിൽമ എന്ന പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലെ 5 ദിവസത്തെ ഞാൻ ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് വരിക. അവിടെ അതിൻ്റെ MD എന്നോട് പറഞ്ഞ ഒരു അനുഭവം, മെഡിസിന് പഠിക്കുന്നവൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്താ? MBBS കിട്ടണം, ഇല്ലെങ്കിൽ BDS. ഇതിങ്ങനെ തെരഞ്ഞ് തട്ടി അവസാനം എത്തുന്ന ഒരു സാധനമാണ് വെറ്റിനറി. വെറ്റിനറി ഡോക്ടർക്ക് ഇന്ന് നല്ല ഡിമാൻഡാണ്. ദേ ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ഒരു വെറ്റിനറി ഡോക്ടറെ കിട്ടാൻ. പക്ഷേ വെറ്റിനറി കോളേജിൽ നിന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥിനികളും മിൽമയിൽ ഫാം വിസിറ്റ് ചെയ്യാൻ വന്നു. വെറ്റിനറി ഡോക്ടറുടെ പണി പശുവിനെയും പട്ടീനെയും ഇതാക്കലാണല്ലോ. ഇവർ വന്നു. ബസ്സിൽ വരുമ്പോൾ മറ്റേ അടിച്ചുപൊളി പാട്ടൊക്കെ ഉണ്ട്. ബസ് ഫാമിൽ വന്നു. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് 3ാമത്തെ സ്റ്റെപ്പിൽ ഒരു പെൺകുട്ടി ചാണകം ചവിട്ടി നാക്കിയിട്ട് ആ 900 രൂപേൻ്റെ ഷൂസ് എറിഞ്ഞിട്ട് ആ കുട്ടി തുള്ളി ബസ്സിലേക്ക് കയറിയതാ. വൈകുന്നേരം 5 മണി വരെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇതൊരു വെറ്റിനറി സ്റ്റുഡൻറ്റിനെ അവിടുത്തെ MD നിരീക്ഷിച്ചതാണ്. ഇവൾ എന്തിന് ഈ കോഴ്സിന് ചേർന്നു? നാളെ ചെന്നിട്ട്, മിസ്റ്റർ കൗ, ഐ വിൽ ട്രീറ്റ് യു ഇഫ് യു ആർ നോട്ട് പുട്ടിങ് ചാണകം, യു പുട്ട് സംതിങ് ഗോൾഡ്. സംഭവിക്കുമോ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതിനോടില്ലെങ്കിൽ ഇത് വൈകി തിരിച്ചറിയുന്നതിലും നല്ലത് നിങ്ങൾക്ക് എന്ത് തരുന്നത് എന്നല്ല, സാറ്റിസ്ഫാക്ഷൻ. അത് ഊണും ഉറക്കുവാണ്. ഇപ്പോൾ ഹൗ ലോങ് വിൽ യു കണ്ടിന്യൂ ദാറ്റ്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സെൽഫ് റിയലൈസേഷൻ ഇതൊരു സത്യമാണ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തടയാളമാണ് അവശേഷിപ്പിക്കുന്നത്? അടയാളത്തിന് ഉള്ളൊരു ത്വര മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരുന്നവരെന്ന്. ചിലവർക്കത് ഭയങ്കര ലൗഡാവും, അവർക്കത് ചേസ് ചെയ്യാൻ പറ്റും. ചിലവരത് വളരെ മൈൽഡായിട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു കരിയറിനെ കുറിച്ച് ആലോചിക്കണം. കരിയറിന് സഹായിക്കുന്ന സാധനമാണ് കോഴ്സ്, അല്ലേ? അതിനെ ബ്രോഡായിട്ട് നോക്കിയാൽ നമ്മളെ ഫോക്കസ് എന്തിലേക്ക് പോവാനാ? സത്യം പറഞ്ഞോ, ഒരു ജോലി കിട്ടണം, അല്ലേ? സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഏതാ എക്സാമ്പിള്? പറഞ്ഞോ. വിച്ച് വൺ? ഈസ് നോട്ട് സെൽഫ് എംപ്ലോയിഡ്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന കാറ്റഗറി, എ ലോയർ ഈസ് സെൽഫ് എംപ്ലോയിഡ്, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈസ് സെൽഫ് എംപ്ലോയിഡ്. സക്കർബർഗ് ഹാസ് ഗ്രോൺ ടു ദിസ് ലെവൽ. 14 ബില്യൺ ആണ് വാട്സപ്പ് വാങ്ങിയത്, അല്ലേ? അപ്പം ഇതിലേക്ക് മാത്രം സ്റ്റക്കായിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യരുത്. അതാണ് എൻ്റെ മെസ്സേജ് ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഈ ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടാകണമെന്ന്, വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. It's not enough that you have a job. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ തിരിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ മാത്രമേ അതിലേക്ക് പോവുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് സെൽഫ് എംപ്ലോയിഡിന് പോകണമെങ്കിൽ വേറെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആസ് എ ലോയർ എൻ്റെ പിയർ പ്രഷർ എന്ന് പറയില്ലേ, രക്ഷിതാക്കളും സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന ഒരു സമ്മർദ്ദത്തിൽ ഞാനൊരു ജുഡീഷ്യൽ ഓഫീസർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്, ഇൻക്ലൂഡിങ് മൈ പാരൻസ്. ജഡ്ജി, ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആയ നേരത്തെ പറഞ്ഞ പോലെ
ഇങ്ങനെ വരാം. പക്ഷേ ഞാൻ അതിൽ കൊടുങ്ങുന്ന ആളല്ല, എൻ്റെ നേച്ചർ അതല്ല. അപ്പം അതുകൊണ്ടാണ് കോഴ്സ് കഴിഞ്ഞു. 68% ഓഫ് ബാങ്ക് എംപ്ലോയീസ് ഫ്രഷ്ലി റിക്രൂട്ടഡ് ആർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. 68% ബാങ്ക് ക്ലറിക്കൽ ആൻഡ് പി ഒയിൽ ഇപ്പോൾ കയറുന്നവർ ഏത് ഗ്രാജുവേറ്റ് ആണ്? എഞ്ചിനീയറിംഗ്. വൈ ദിസ് കോൺട്രഡിക്ഷൻ? അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം. അത് ഇന്നത് ശരി ഇന്നത് മോശം എന്ന് ഞാൻ പറയല്ല. ഒരു സിമ്പിൾ ഇക്വേഷൻ, ഒരു കരിയറിൽ നന്നാകണമെങ്കിലുള്ള സിമ്പിൾ ഇക്വേഷൻ ഇതാണ്. ഇതൊന്ന് ഉറക്കെ വായിക്കാവോ? ഇതിൽ നിങ്ങൾ ഏറ്റവും അധികം, നമ്മളൊക്കെ ഏത് രണ്ടെണ്ണം ശ്രദ്ധിക്കാറുണ്ട്? ഇന്ന സമയമാകുമ്പോൾ ഇന്ന സ്ഥലത്തെത്തണം. പക്ഷെ റൈറ്റ് പേഴ്സൺ ആകാൻ ആർ യു പ്രോപ്പർലി ഇൻവെസ്റ്റിംഗ്? Have you invested yourself in becoming the right person? A doctor, if you want to become a doctor has to become a particular kind of person first. Then only he can pursue the career. The reason is many of us doesn't know the word meaning of the word education. Education എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ഇല്ല. ഒന്ന് ഉറക്കെ വായിച്ചേക്ക്. Education, the term came from educere, the Latin word which speaks about to bring from within. ഉള്ളിൽ നിന്ന് അതെന്താണോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. And what is happening? To pour from outside. അല്ലേ? To pour from outside. You are the cast of an engineer, I will pour the mold of a doctor. ഫിറ്റാവോ? ടു ബ്രിങ് ഫ്രം വിതിൻ. ഉള്ളിൽ നിന്ന് അതെന്താണോ അതിനെ പുറത്തേക്ക് തട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് എഡ്യൂക്കേഷൻ. പെർസ്യൂ എ കോഴ്സ് വിച്ച് വിൽ ബ്രിങ് ദ ഐ ആം ഡാഷ് ഉണ്ടല്ലോ, നേരത്തെ കണ്ടടിക്കാൻ നോക്കിയില്ലേ? ഐ ആം എൻ ഇന്റലിജന്റ് പേഴ്സൺ. പെർസ്യൂ എ കരിയർ വിച്ച് വിൽ ബ്രിങ് ദ ഇന്റലിജൻസ് ഇൻസൈഡ് യു. ഐ ആം എ പാഷനേറ്റ് പേഴ്സൺ ടുവേർഡ്സ് മ്യൂസിക്. Pursue a career which will trigger and bring out the musician inside you. Bring from within. ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഒരു വിഷമം, ഈ ഒരു പശ്ചാത്താപം, ഈ ഒരു വേദനയുണ്ടാവും. ലോകത്തിൽ ഏറ്റവും അധികം ഗോൾഡ് മെഡൽ ഉള്ള താരമാരാണ്? ഒളിമ്പിക്സ് മെഡൽ ഉള്ള താരം. ഇറ്റ്സ് നോട്ട് ബോൾട്ട്. ബോൾട്ടിൻ്റെ ഒന്ന് പോയി ഇപ്പോൾ. മൈക്കൽ ഫെൽപ്സ്. എത്ര ഗോൾഡ് മെഡൽ ഉണ്ടെന്ന് അറിയോ? 23 ടോട്ടൽ ഒളിമ്പിക് മെഡൽസ് ഓർ 21 ഗോൾഡ് മെഡൽസ്. എനിവേ 20ൻ്റെ മേലെ ഒളിമ്പിക്സ് മെഡലുള്ള ഒരു പ്രതിഭയായിരുന്നു ആര്? മൈക്കൽ ഫെൽപ്സ്. 2016 ഒളിമ്പിക്സിൽ അദ്ദേഹം ഗോൾഡ് മെഡൽ നേടുന്നതിൻ്റെ 2 വർഷം മുന്നേ മൈക്കൽ ഫെൽപ്സ് മയക്കുമരുന്നിന് അടിമയായി ജയിലിൽ കിടക്കുകയായിരുന്നു. പണം, പദവി, പേര്, പെരുമ, പ്രശസ്തി എല്ലാം കയ്യിലുണ്ടായിരുന്ന മൈക്കൽ ഫെൽപ്സ് ജയിലിലിരുന്ന സമയത്ത് ആത്മഹത്യാ കുറിപ്പ് വരെ തയ്യാറാക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയൊരു സെന്റൻസ് ഉണ്ട്: നീന്തൽ കുളത്തിൽ ഞാനൊരു രാജാവാണ്, എന്നാൽ സാധാരണ ലോകത്തിൽ ഞാൻ ആരാണ് എന്ന ചോദ്യം വന്നപ്പോൾ ഐ ഫെൽറ്റ് ദ വേൾഡ് വിതൗട്ട് മീ വിൽ ബി എ ബെറ്റർ പ്ലേസ്. ഇപ്പോഴുള്ള ലോകത്തേക്കാൾ സുന്ദരമായിരിക്കും ഞാനില്ലാത്തൊരു ലോകം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഐ ഡിസൈഡഡ് ടു എൻഡ് മൈ ലൈഫ്. എന്താ അറിയോ? ഹൂ ആം ഐ? നീന്തൽ കുളത്തിൽ ഞാനൊരു രാജാവാണ്, സാധാരണ ലോകത്ത് ഞാൻ ആരാണ്? ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കായിക പ്രതിഭയ്ക്ക് ഈ ഒരു ചോദ്യം അലട്ടാമെങ്കിൽ റിക് വാറൻ എന്നൊരു ട്രെയിനറെ, ഒരു പാസ്റ്റർ എടുത്ത് അദ്ദേഹം എത്തിപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സംതിങ് ഐ വിൽ ഹാവ് ടു ബ്രിങ് ഫ്രം വിത്തിൻ. അങ്ങനെ കൊണ്ടുവരുന്നൊരു സംഗതിയായിരിക്കും നിങ്ങൾ കരിയറായി നോക്കേണ്ടത്. എഡ്യൂക്കേഷൻ്റെ 4 പർപ്പസ് ഒന്ന് ഉറക്കെ വായിക്കാവോ? ഫസ്റ്റ് വൺ എന്താണ് എന്ന് പറഞ്ഞാൽ
അറിയാൻ വേണ്ടി പഠിക്കുക. രണ്ടാമത്തത് എന്താ? ആ അറിവിനെ പ്രവർത്തിക്കാൻ ഉതകുന്നതാക്കുക. മൂന്നാമത്തത് എന്താ? ലേൺ ടു കോലീവ്, സഹജീവനം. ഇന്നത്തെ ഏറ്റവും പ്രശ്നം നേരിടുന്നത് അവിടെയാ. യു കാൺ ടോളറേറ്റ്. വളരെ വലിയൊരു മെസ്സേജാ കമൽ സാർ പറഞ്ഞത്. 36 തവണ ഒരു ഫുട്ബോൾ ഫീൽഡിൽ 90 മിനിറ്റിനുള്ളിൽ ഒരാളെ ഫൗള് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൗ ഫ്രീക്വന്റ്ലി, എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ചവിട്ടി താഴെ ഇടുന്നത്. കോലീവ്, സഹിക്കൽ മാത്രമല്ല അത്. ഞാൻ ബാർസിലോണ എന്ന ടീമിനെ ഞാൻ പ്രകോപിതനായിട്ട് അത് പോവരുത്. സിനദിൻ സിദാൻ എന്ന ഫുട്ബോളിലെ ഇതിഹാസം നെക്സ്റ്റ് ടു ഗോഡ് ആയിരുന്നു. ഫ്രാൻസ് ആ വേൾഡ് കപ്പ് എടുക്കുമെന്ന് ഉറപ്പായിരുന്നു. 2-1 മുന്നിട്ട് നിൽക്കുകയായിരുന്നു ഇറ്റലിയുമായിട്ട്. മാറ്ററാസി എന്ന് പറഞ്ഞ ആള് എന്തോ ഒരു പ്രകോപിതമായ അനിയത്തെക്കുറിച്ച് കമന്റ് അടിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഒറ്റ മുട്ടിയത് അല്ലേ? എന്ത് നഷ്ടപ്പെട്ടു? പ്രതിഭയാണ്, പ്രഗത്ഭനാണ്. അതുകൊണ്ടാണ് അതിന്റെ തലക്കെട്ട് വന്നത്. പിറ്റേ ദിവസം എന്താ അറിയോ? ആങ്കർ ഈസ് ജസ്റ്റ് 1 ഷോട്ട് ലെസ് ദാൻ ഡേഞ്ചർ. ആങ്കർ ഈസ് ജസ്റ്റ് 1 ലെറ്റർ ഷോർട്ട് ഓഫ് ഡേഞ്ചർ. സഹജീവനം. പഠിച്ച അറിവ് കൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല. മുന്നിൽ കിടക്കുന്നത് ഒരു രോഗിയാണ്. പൈസ അടയ്ക്കോ ഇല്ലേ എന്നുള്ളതല്ല, ഞാൻ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് അയാൾ ജീവിക്കുമെന്ന് തോന്നലില്ലാത്ത ഡോക്ടർമാർ വന്നാൽ ഐ ബിലീവ് അവിടെ വലിയ ഗുണമുണ്ടാവില്ല. ലേൺ ടു ബി എന്താണ്? അതാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്. ഐ ആം ഡാഷ്. വാട്ട് വിൽ ബ്രിങ് ഫ്രം വിതിൻ, നിങ്ങളെ ഉള്ളിൽ നിന്ന് എന്ത് കൊണ്ടുവരും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഉള്ളിൽ നിന്ന് വന്നവരുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ആദ്യത്തേതൊന്ന് വായിക്കാവോ? I didn't complete my university. ആരാത്? ബിൽ ഗേറ്റ്സ്. Who is that? മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ, ചെയർമാൻ, richest man for 10 consecutive years. 10 വർഷം തുടർച്ചയായി റിച്ചസ്റ്റ് മാൻ ഇൻ അമേരിക്ക. 10 വർഷം തുടർച്ചയായിട്ട്. അതിനിപ്പോ നമ്മളെന്താക്കണോ അല്ലേ? നിങ്ങൾ ഓരോന്ന് കഴിയുമ്പോൾ പറയാം. ഇപ്പം ഇത് കാണിച്ചത് എന്തിനാറിയാം? ഞാൻ ഇത് കാണിച്ചിട്ട് പറയും, വീട്ടിൽ പോയിട്ട് പറയണം ഞാൻ ഡിഗ്രിക്ക് ചേർന്ന പ്രശ്നമില്ല, ഡിഗ്രി പാസ്സായാൽ എനിക്ക് ബിൽ ഗേറ്റ്സ് ആവാൻ പറ്റൂല. ഇതാരാ? എന്താ എഴുതിയിരിക്കുന്നത്? ആരുടെ മകനായിരുന്നു എബ്രഹാം ലിങ്കൺ? The son of a cobbler. He was the son of a cobbler. ഈ കോബ്ലറിന്റെ മകനാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കഥയൊന്നും ഞാൻ പറയണ്ടല്ലോ അല്ലേ? ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഈ ഫൈനലി ഗോട്ട് എലക്റ്റഡ് ആസ് ദ US പ്രസിഡന്റ്. അദ്ദേഹം US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് സെനറ്റിനെ അഭിസംബോധന ചെയ്യാൻ ആദ്യത്തെ പ്രസംഗം നടത്താൻ പോഡിയത്തിന്റെ അടുത്തേക്ക് വന്നു. അന്നും അമേരിക്കൻ പ്രഭുവർഗത്തിന് ഇങ്ങനെ ഒരു സാധാരണക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് പ്രഭുക്കന്മാർക്ക് മാത്രമുള്ളതാ അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പ്. എബ്രഹാം ലിങ്കൺ പ്രസംഗിക്കാൻ വേണ്ടി പോഡിയത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ പ്രഭുവായ ഒരു സെനറ്റർ എഴുന്നേറ്റ് നിന്ന് എബ്രഹാം ലിങ്കനോട് പറഞ്ഞു, മിസ്റ്റർ ലിങ്കൺ, യുവർ ഫാദർ യൂസ് ടു സ്റ്റിച്ച് മൈ ഷൂസ്. വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട, നിന്റെ അച്ഛനാണ് എൻ്റെ ചെരുപ്പ് കുത്തി. വാട്ട് കൈൻഡ് ഓഫ് എൻ ഇൻസൾട്ട് മൈ ഗുഡ് ഫ്രണ്ട്സ്. ഇതിലും വലിയൊരു അപമാനം ഉണ്ടോ? പക്ഷെ അബ്രഹാം ലിങ്കൺ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സർ, ഹാവ് യു എവർ ഹാഡ് എ മൊമെന്റ് ഓഫ് കംപ്ലൈന്റ് ദ വേ മൈ ഫാദർ യൂസ് ടു സ്റ്റിച്ച് യുവർ ഷൂസ്? എൻ്റെ അച്ഛൻ കുത്തിയ ചെരുപ്പിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പരാതിപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? ഈ സെനറ്റർ പറഞ്ഞു, നെവർ ഇൻ മൈ ലൈഫ്. Abraham Lincoln replied back, I am thankful to you gentlemen for reminding me about that great person whom I would have forgotten otherwise. The very same way as you said, you never had a moment of complaint the way my father used to stitch your shoes. I promise to this country there will never be a moment of complaint. I govern this country.
എൻ്റെ അച്ഛൻ ചെരുപ്പ് കുത്തിയപ്പോൾ ഒരിക്കൽ പോലും പരാതിപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിനോട് ഞാൻ പറയുന്നു, ഞാൻ ഭരിക്കുമ്പോൾ ഈ നാടിന് ഒരു പ്രജയ്ക്ക് പോലും പരാതിപ്പെടേണ്ട അവസ്ഥയുണ്ടാവില്ല. ആൻഡ് ഹി സ്റ്റുഡ് വിത്ത് ദ ട്രൂത്ത്. ഹി വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ടു ബി ഷോട്ട് ഡെഡ്. വെടിവെച്ചു കൊന്നു. ബിക്കോസ് ഹി വാണ്ട് ടു ബി ദ ട്രൂത്ത്. ഹി വാണ്ട് ടു ബി ദ ട്രൂത്ത് ഫോർ അമേരിക്ക. ആരത്? ആരത്? അതാരാ? കണ്ടക്ടറല്ലേ? അല്ലേ? 2000 മില്ലേനിയം അവസാനിക്കാനുള്ള ഒരു നൂറ്റാണ്ട് അക്രോസ് ദ ഗ്ലോബ് ഒരു ഗാലപ്പ് പോൾ നടത്തി. ഒഫീഷ്യൽ പോളല്ല, ഒരു ഗാലപ്പ് പോൾ നടത്തി. മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഫേസസ് ഇൻ ദ വേൾഡ്. ഒരു ഫോട്ടോ വരും, നിങ്ങൾക്ക് അതിലെ പേര് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൺലൈനിൽ നടത്തിയ ഒരു സംഗതിയാണ്. ലോകം മുഴുവൻ നടത്തിയ മോസ്റ്റ് തിരിച്ചറിയപ്പെടുന്ന മുഖങ്ങളുടെ ഒരു ഗാലപ്പ് പോളില് 6-മത്തെയോ 7-മത്തെയോ സ്ഥാനത്ത് വന്നത് നമ്മ അണ്ണ. അക്രോസ് ദ ഗ്ലോബ് നമ്മ അണ്ണ. എന്തു പറഞ്ഞാലും സ്വാർത്ഥതയാണെങ്കിലും ഇന്ത്യക്ക് ഒരു കോർപ്പറേറ്റ് മുഖം ഉണ്ടാക്കിയതിൽ അംബാനിയുടെ പങ്ക് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അല്ലേ? ഹി യൂസ് ടു വർക്ക് ഇൻ എ പെട്രോൾ പമ്പ്. എന്തത് ഉറക്ക വായിച്ച? ഇനി അടുത്ത പ്രശ്നം ഇതാ. എല്ലാവരും +1 +2കാരല്ലേ? എല്ലാവരും നിരാശരായി. എനിക്കിനി സച്ചിനാവാൻ പറ്റൂല. സച്ചിൻ 10ാം ക്ലാസ് തോറ്റ ആളല്ല കേട്ടോ. 10ാം ക്ലാസ് സാമ്പ്രദായിക പഠനത്തിൽ ഇദ്ദേഹം സ്ഥിരമായി 2 സബ്ജക്റ്റിന് തോൽക്കാറുണ്ട്. ഏതൊക്കെയാ അറിയോ? മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഈ യൂസ് ടു ഫെയിൽ ഇൻ ഓർഡിനറി എക്സാംസ്. എന്നാൽ ഇന്ന് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സിലബസിന്റെ 9ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ ദ ലൈഫ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ, ദ വെരി സെയിം ബോയ് ഹൂ യൂസ് ടു ഫെയിൽ ഇൻ ഹിസ് 10th സ്റ്റാൻഡേർഡ്. ആരാത്? അത് മൂപ്പര് എപ്പോഴും പറയുന്ന കഥയാ, അല്ലേ? സുഹൃത്തുക്കളാണ് എനിക്ക് പണം തന്നത്, ഞാൻ കടം വാങ്ങിയിട്ട് പോകാറുണ്ട്. ഇന്ന് ആരാണ്? കിങ് ഖാൻ. ഒന്ന് ഉറക്ക വായിച്ചോ? ഇപ്പൊ കമാൽ സാർ പറഞ്ഞു പോയതേ ഉള്ളൂ. ഞാൻ ഫുട്ബോൾ ഫീൽഡുകളിൽ ചായ വിൽക്കുന്ന പയ്യനായിട്ട് പോകാറുണ്ട്. കാരണം ഇടയ്ക്കൊന്ന് ബോൾ കിട്ടിയാൽ തട്ടും ചെയ്യാം, പഠിക്കാനുള്ള പൈസയും കിട്ടും. ഇന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, 1 മിനിറ്റിന് 1,16,000 രൂപ ഓരോ മിനിറ്റിനും. ടു ബി, അല്ലാതെ വാട്ട് യു ആർ മാത്രം നോക്കിയാൽ പോരാ. അതിൻ്റെ കാരണം എന്താ? ഒന്ന് ഉറക്കെ വായിക്കാവോ? വിജയിക്കാനുള്ള ആഗ്രഹമല്ല നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത്. വിൽ ടു പ്രിപ്പയർ ടു വിൻ. അപ്പൊ എന്തിന് പ്രിപ്പയർ ചെയ്യാം എന്നതിലേക്കാണ് കുറച്ച് ഇൻസൈറ്റ്സ് ഞാൻ തരാം. ഓക്കെ, കരിയറിൻ്റെ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു. എന്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അതിൻ്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതൊക്കെ ഇങ്ങനെ തലയിൽ കൂടെ പോയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എന്തിലേക്ക് പോകണം എന്നുള്ളത് ചിന്തിച്ചാൽ മതി. നമ്മളെ മുന്നിലുള്ള സാധ്യതമായ സാധാരണ വഴികൾ, അതാണ് അവസാനം ഞാൻ ഇട്ടത്. അതേഴ്സ്. ഇതെന്താ? പ്രൊഫഷണൽ ഡിഗ്രി. ഏതൊക്കെയാ പറഞ്ഞോ? പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ പറയും. MBBS, MBA, എഞ്ചിനീയറിംഗ്, LLB, CA. വെരി ഗുഡ്. അപ്പോൾ പതിവ് സാധനങ്ങളെ കുറിച്ച് നമുക്കറിയാം, അല്ലേ? എന്നാൽ യൂറോപ്പ്, US നിങ്ങൾ പോയാൽ പ്രൊഫഷണൽ ഡിഗ്രിക്ക് പോകുന്നത് 20% താഴെയാണ്. അവിടെ നല്ലൊരു ശതമാനം ആളുകളും പോവുക പ്രൊഫഷണൽ ഡിപ്ലോമയ്ക്കാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കമ്പനി സെക്രട്ടറിയുടെ സൈറ്റിൽ പോയാൽ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ ഇൻ ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. എന്തെങ്കിലും പഠിക്കുന്നതിനേക്കാൾ നല്ലത് അത് പഠിക്കുന്നതാണ്.
അറ്റ്ലീസ്റ്റ് CS പാസ്സാവണമെങ്കിൽ അത്ര എളുപ്പമല്ല. കമ്പനി സെക്രട്ടറിക്ക് ചേരുക, അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ ഇൻ ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങിന് ചേരുക. ഹോം പേജിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അതിന് പോവുക, അല്ലെങ്കിൽ അപ്പുറത്തെ കള്ളിയിലേക്ക് ചാടുക. വൊക്കേഷണൽ ഡിഗ്രി കോഴ്സസ്, ടെക്നിക്കൽ ഡിഗ്രീസ്, അസോസിയേറ്റ് ഡിഗ്രീസ്, അതേഴ്സ്. ഞാൻ ഇത് വിശദമായിട്ട് നിങ്ങളോട് പറയാനൊന്നും ഇപ്പം സമയം കളയുന്നില്ല. LLB പറഞ്ഞതുകൊണ്ട്, ഞാനൊരു വക്കീലായതുകൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്കം, MBAക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം, CAൻ്റെ ഒരു ഔട്ട്കം, ഇങ്ങനത്തെ സാധനങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഈസ് ഇറ്റ് അഡ്വൈസബിൾ ഫോർ ദിസ് കോഴ്സ്? ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉണ്ടോ ഇല്ലയോ? മാർക്കറ്റിലെ പ്രോസ്പെക്ട്സ് വലിയ കൂടിയോ ഉള്ളതല്ല. ഞാൻ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ വന്നൊരു മാറ്റം ഈ കോഴ്സിന് പോകുന്നവരെ എളുപ്പത്തിൽ ഗുണകരമാക്കുന്നുണ്ട്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കൊടുക്കുന്നത് BBA + LLB ആണ്. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് 2 ഡിഗ്രി കിട്ടും. നിങ്ങളൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണൽ എന്ന കോളത്തിലാണ് ടിക്ക് ചെയ്യുക. നിങ്ങളെ പാസ്പോർട്ട് ഒരു പ്രൊഫഷണൽ പാസ്പോർട്ടാണ്. US വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ എന്ന കാറ്റഗറിയിൽ പെടുന്ന പാസ്പോർട്ട്, അത് സ്കാനർ റീഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അല്ലാതെ LLBക്ക് പോയാൽ ഗുണമുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ BBAക്ക് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 3-4 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 60,000 ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് BBAയും കിട്ടും, LLBയും കിട്ടും. ഓരോ കോഴ്സിൻ്റെയും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്താ പറയുക, കമ്പനി സെക്രട്ടറി ആയിക്കോളണം പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിൽ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ എത്ര പേര് ക്ലാറ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ കേട്ടിട്ടുണ്ട്? ക്ലാറ്റ് അതെന്താ സംഭവം? വല്ല ഐഡിയ ഉണ്ടോ? എന്താ അത്? അതിൻ്റെ എക്സ്പാൻഷനെങ്കിലും അറിയോ? കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. എക്സലൻറ്റ്. ക്ലാറ്റ് പരീക്ഷയ്ക്ക് ഏകദേശം 3000 സീറ്റ് ഇപ്പം ഉണ്ടെന്ന് വിചാരിച്ചോ. 14 നാഷണൽ ലോ സ്കൂൾസിലായിട്ട് 3500 സീറ്റ് ഉണ്ട്. 35,000 പേരാണ് കഴിഞ്ഞ കൊല്ലം ക്ലാറ്റ് പരീക്ഷ എഴുതിയത്. ഓക്കെ. IIMലേക്ക് 3 ലക്ഷത്തിൻ്റെ മേലെ ആളുകളാണ് കാറ്റ് എഴുതിയത്. ഓക്കെ. IIMൽ നടക്കുന്നതിൻ്റെ ഏകദേശം 60% ശമ്പളത്തോടു കൂടി, 60 അല്ല 80% ശമ്പളത്തോടു കൂടി ഇന്ന് നാഷണൽ ലോ സ്കൂൾസിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ലോയിഡ്, ഫ്രൈസ് വാട്ടർ ഹൗസ് ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. കാരണം എന്താ? ലോ ഹാസ് നൗ ബിക്കം എൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ കൺവെൻഷനിൽ കുപ്പായ ഇട്ടിട്ട് ടങ് പോകാനല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് കരിയറിൽ വരുന്ന മാറ്റങ്ങൾ. അതിനെക്കുറിച്ച് ഈ ക്ലാറ്റ് എന്നുള്ള, ഞാൻ സൈറ്റിൻ്റെ പേര് മാത്രമേ ഇതിൽ കാണിക്കുകയുള്ളൂ. സൈറ്റിൻ്റെ ഒരു ലിസ്റ്റ് താല്പര്യമുള്ളവർക്ക് അവിടെ വെച്ചിട്ടുണ്ട്. CA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത 1-2 മേഖല ഞാൻ പരിചയപ്പെടുത്തും. അതിൻ്റെ പിന്നീട് കൊടുത്താൽ മതി. ആ സൈറ്റ് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം. നിങ്ങൾ ഈ സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. എൻ്റെ റിക്വസ്റ്റ് അതാണ്. 10 മിനിറ്റ് കൊണ്ട് കഴിയും. എല്ലാത്തിലും കൂടെ ഒന്ന് കയറി ഇറങ്ങി മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റിയതെല്ലാം തീരുമാനിച്ചിട്ട് നിങ്ങൾ പോയിക്കോ. ഈ ക്ലാറ്റിനെ കുറിച്ച് നമ്മളെ കുട്ടികൾക്ക് അറിയേയില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. അല്ലാതെ അതിൽ ഗുണമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്ലാറ്റിൻ്റെ ഒരു സാധ്യത ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. എഴുതുന്ന കുട്ടികളുടെയും അന്തരം ഏകദേശം കണ്ടാൽ അറിയാം. എത്ര പേരെ എഴുതുന്നു നോക്കി. ഓൾ ഇന്ത്യ ട്രിപ്പിളി 10 ലക്ഷത്തിൻ്റെ അടുത്തെത്തി അല്ലേ? അതിൽ കിട്ടുന്ന സീറ്റ് നോക്കിക്കോ. നിങ്ങൾക്ക് വേറെ പാഷനൊന്നും ഇല്ലെങ്കിലേ ഞാൻ പറയുന്നത്, ബി ഇൻ്റലിജൻറ്റ് വെൻ യു ചൂസ് എ കരിയർ. ഇതിൻ്റെ ഒരു താല്പര്യമുള്ളവർ എഴുതിയെടുത്തോ. clat.ac.in. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരും. ഇത് പല കുട്ടികൾക്കും അറിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉപകാരമായിരിക്കും. മാർച്ച് 31-ാം തീയതിക്ക് മുന്നേ ഇതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആവും, ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. എനിക്ക് ഏപ്രിൽ മാസത്തിൽ ചുരുങ്ങിയത് ഒരു 25 കോള് കിട്ടും. സർ, ഈ ക്ലാറ്റിന് പോകാൻ എന്താ ചെയ്യേണ്ടത്?
അപ്പോഴേക്കും അവൻ എഞ്ചിനീയറിംഗ് എഴുതി കഴിഞ്ഞു, മെഡിക്കൽ എഴുതി കഴിഞ്ഞു, ഏകദേശം കഥ തിരിഞ്ഞു. എന്നാൽ പിന്നെ നീ കുറച്ചും കൂടെ സമയം കളയാൻ വേറൊരു എൻട്രൻസ് കോച്ചിങ്ങിന് പോവാലോ. അങ്ങനെയായാൽ ഈ പണിക്ക് പോകരുത്. ഈ സൈറ്റിൽ ഇതിൻ്റെ വിശദ വിവരങ്ങളുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അതിൻ്റെ പരീക്ഷയുടെ ഒരു സ്വഭാവം ഇതാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താ അറിയോ, സയൻസിന് പോയ ആൾക്ക് ക്ലാറ്റിന് വരാൻ പാടില്ല എന്ന് യാതൊരു ഇതുമില്ല. 70% ക്ലാറ്റ് ആസ്പിരൻസ് ഔട്ട്സൈഡ് കേരള സ്റ്റേറ്റ് സയൻസ് ഗ്രാജുവേറ്റ്സാണ്. കാരണം അവൻ ഇവിടെ സ്കോർ ചെയ്യും. ഏത്? പക്ഷെ +2-ന് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നതുകൊണ്ട് ഇവിടെ അവർക്ക് ചെറിയൊരു എഡ്ജ് കിട്ടും. ഭരണഘടന പറഞ്ഞൊരു സ്ഥാനമുണ്ട്, അതന്നെ ഇവിടെ പലർക്കും അറിയില്ല. അവരത് പരീക്ഷയുടെ ഭാഗമായതുകൊണ്ട് അവരത് നോക്കിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. ഈ ലോജിക്കൽ റീസണിങ് ഇത് സാധാരണഗതിയിൽ നമ്മളെ എവിടെയും പഠിപ്പിക്കുന്നില്ല. ഇവിടെയാണ് നിങ്ങൾ ഇനി എന്ത് നിങ്ങൾ കോഴ്സ് എടുത്താലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ സെലക്ഷൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തായാലും ചോദ്യം വരുന്ന 2 സാധനമാണ് ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ? കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ നിങ്ങൾ MBBS പഠിച്ചിറങ്ങിയാലും എൻ്റെ പൊന്നു സുഹൃത്തെ, PSC പരീക്ഷയ്ക്ക് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് പഠിക്കേണ്ടി വരും. അങ്ങനെ വൃത്തികെട്ട ഒരു സമ്പ്രദായമാണ് ഇവിടെ സെലക്ഷൻ ഉള്ളത്. ഇപ്പം കറണ്ട് അഫയേഴ്സ് നെഗ്ലക്റ്റ് ചെയ്താൽ ഗുണകരമാവില്ല. അപ്പോൾ താല്പര്യമുള്ളവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക. കേരള LLB ഏത് മാസം പരീക്ഷ നടക്കുമെന്ന് കേരളത്തിലെ പ്രശസ്തനായ കണിയാരന്മാർക്ക് പോലും പറയാൻ പറ്റാറില്ല. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ എപ്പോൾ വേണമെങ്കിൽ നടക്കാം. എന്തുകൊണ്ടാണ് അറിയാം? ബോധപൂർവമായ ഒരു നെഗ്ലക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ഡേറ്റ് ഒന്ന് അനിയന്ത്രിതമായി നീട്ടി നോക്കട്ടെ, ഇവിടെ റോഡ് കത്തിക്കും ഇല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 8.5 ലക്ഷം കുട്ടികളിൽ 2.5 ലക്ഷമേ ഉള്ളൂ സയൻസ് സ്ട്രീമിൽ പോകുന്നത്. വലിയൊരു വിഭാഗം എന്തുകൊണ്ട് ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നു? 68% എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ മോളെ വെറുതെ എഞ്ചിനീയറിംഗിന് പോകുന്നത്? LLBക്ക് പോയിക്കോ. ഇൻ്റർവ്യൂവിന് പോയാൽ എഞ്ചിനീയറും ലോ ഗ്രാജുവേറ്റും വന്ന ബാങ്ക് എടുക്കുക ലോ ഗ്രാജുവേറ്റിനെയാണ്. കാരണം അവിടെ നിയമത്തിന് ചില പ്രസക്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം ഇതാണ്. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പുതിയൊരു മാറ്റം വന്നു. 20 വയസ്സിനുള്ളിൽ വേണം. ഇത്രയും കാലം ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. 320 സീറ്റാണുള്ളത്. ജൂൺ ലാസ്റ്റ് ഓർ ജൂലൈ, ശരിക്കും ഞാൻ നോക്കിയപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ കയ്യിലുണ്ടായിരുന്നു. എന്തായാലും അടുത്ത കൊല്ലം ജൂലൈയിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു സ്വഭാവം ഇതാണ്. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 1:3 എന്ന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതിൻ്റെ സൈറ്റ് ഇതാണ്, CEEkerala.org. കാരണം ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല. താല്പര്യമുള്ളവൻ ഇതിൻ്റെ സൈറ്റ് ഏതാന്ന് നോക്കിയാൽ അവന് വേണ്ട വിശദ വിവരങ്ങളൊക്കെ കിട്ടും. എൻ്റെ കമ്പനിയുടെ ഒരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ ഇതും അതിലുണ്ട്. അതിൽ പോയാൽ അതിൽ കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണേണ്ട കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ വീഡിയോ ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അത് കാണാം. അത് ഞാൻ പറയുന്നു എന്ന് മാത്രം. ഇത് എത്ര പേർക്ക് അറിയാം ഇങ്ങനൊരു കോഴ്സിനെ കുറിച്ച്? IPM എന്നൊരു കോഴ്സ് എത്ര പേര് കേട്ടിട്ടുണ്ട്? IPM-ന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മോനേതാ സ്ട്രീം? ഏതാ? സയൻസ്, കോമേഴ്സ്. IPM ട്രൈ ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്ഷൻ. 5 years യു വിൽ ബി ഗ്രാജുവേറ്റിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ടോ? നോക്കണം. സിലബസ് നോക്കിയാൽ മനസ്സിലാവും. വെരി ബ്യൂട്ടിഫുള്ളി ഡ്രാഫ്റ്റഡ് സിലബസ്. ഞാൻ കാണുന്നത് ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ എല്ലാ IIM-കാരും ഈ കോഴ്സ് തുടങ്ങും. കാരണം വെറുതെ റവന്യൂ ആണ്, ക്യാച്ച് ദം യങ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റഡ് 5 year മാനേജ്മെൻറ്റ് ഡിഗ്രിയാണ്. ഇൻഡോർ IIM മാത്രമേ ഇപ്പോൾ ഇത് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ റീസണിങ്ങും ഇംഗ്ലീഷും മാത്സും ഇത് തന്നെയാണ് വേണ്ടത്. ഇതുകൊണ്ടാണ് മറ്റേ എൻട്രൻസ് കോച്ചിങ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ സാധനം നെഗ്ലക്റ്റഡ് ആണ്, റീസണിങ് നെഗ്ലക്റ്റഡ് ആണ്. ഇത് സൈറ്റിലോ യൂട്യൂബിൽ നിന്നോ എടുത്തിട്ട് ഫ്രീ ആയിട്ട് പഠിക്കുക.
അപ്പോൾ IIM ഇൻഡോർ എന്ന് അടിച്ചാൽ സൈറ്റ് കിട്ടും. അതിൻ്റെ ഹോം പേജിൽ ഉണ്ട് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. വായിച്ചു നോക്കുക. വലിയ സാധ്യതയുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. കാരണം യു ആർ ഗെറ്റിംഗ് എ ഡിഗ്രി ഫ്രം IIM. ഓക്കെ, പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം? +2 ഏത് സ്ട്രീം? ഏതും. ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു വൈരുദ്ധ്യം എപ്പോഴും മനസ്സിലായിട്ടില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. നമ്മളിവിടെ കാണുന്ന ഏതെങ്കിലും ഡിപ്ലോമേൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ഒരു മികച്ച ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് എവിടെയാണ് ഉള്ളത് അറിയോ? കർണാടക, വടകര, കണ്ണൂർ. ഏതാ മോളെ? എക്സലൻറ്റ്. അത് അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂരിലുണ്ട്. ഞാൻ അവിടുത്തെ കൊല്ലം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ എന്നെ 2 കൊല്ലം വിളിച്ചിരുന്നു. 90% കുട്ടികളും നോർത്ത് ഇന്ത്യൻസാണ്. നമുക്കിങ്ങനെ ഒരു സാധനം അറിയില്ല. നിഫ്റ്റിൽ കിട്ടണമെങ്കിൽ, നിഫ്റ്റിലെ പ്രത്യേകിച്ച് ഡയമണ്ട് ഡിസൈനിങ്ങിൽ നിങ്ങൾക്ക് കിട്ടിയാൽ എൻജിനീയറും ഡോക്ടറിൻ്റെ ഒരു 5 ഇരട്ടി ശമ്പളവും പ്രത്യേകിച്ച് ഒരു റിസ്ക്കും ഇല്ല. ഡയമണ്ടൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ പറയല്ല കേട്ടോ. ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് പറയാനുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാം. ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ സൈറ്റുകൾ അതിലുണ്ട്. NIFT.ac. ഇതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. IIT ബോംബെയിലും IIT ഗുവാഹട്ടിയിലും IIT ജബൽപൂരിലും ഇതിൻ്റെ പരിപാടികളുണ്ട്. ഇനി സയൻസ് അല്ലാത്ത സ്ട്രീം എടുത്തവർക്ക് ഡിപ്ലോമ ആ ലൈനിൽ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് ഞാൻ ഇതാക്കുന്നില്ല. ഇത് ഞാൻ വിശദമായി പറയില്ല. ഇതിൻ്റെ സ്ട്രക്ചറിലൊരു മാറ്റം വന്നായിരുന്നു. അതുകൊണ്ട് +2 കഴിഞ്ഞവർക്ക് കുറച്ചും കൂടെ ഗുണമുണ്ട്. വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ ഏതിൽ നോക്കിയാൽ മതി? CPT ഒരു സാധനം കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ? പക്ഷേ CPT കഴിഞ്ഞാൽ എത്ര കൊല്ലം ഉണ്ട് ഇന്റേൺഷിപ്പ്? 3 കൊല്ലം. അവിടെയാണ് നമുക്ക് മടുക്കുക. കാരണം CAയുടെ പാസ് പെർസെൻറ്റേജ് ബിലോ 10% ആണ്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരാ. ഇതേപോലെ കുറച്ചും കൂടെ സ്വീകാര്യമായൊരു സാധനമുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന സാധനത്തിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ചിലപ്പോൾ കാര്യമായ അതിൻ്റെ പ്രൊഫഷണൽ സ്വഭാവത്തിൽ മാറ്റം വരാം. ഡിമോണിറ്റൈസേഷൻ വന്നു, എല്ലാം ഡിജിറ്റലിലേക്ക് പോയാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പല പരിപാടികൾക്കും പറ്റാതെയാവും. GST വന്നു കഴിഞ്ഞാൽ സർവീസ് ടാക്സ് എന്ന വലിയൊരു മേഖലയിലെ പല ക്ലയൻസും നിങ്ങൾക്ക് ഇല്ലാതെയാവും. എൻ്റെ സ്ഥാപനം GST വന്നാൽ ചിലപ്പോൾ സ്ലാബിൽ നിന്ന് ഔട്ടാവും. സോ ഐ നീഡ് നോട്ട് ഫയൽ എ സർവീസ് ടാക്സ് റിട്ടേൺ. കാരണം സ്ലാബ് കൂടുകയാണ്. പക്ഷേ അപ്പം എന്താവും? കമ്പനിയുടെ ഈ കൺസൾട്ടൻസിൻ്റെ റോള് കൂടും. അപ്പോൾ CA മാത്രം നോക്കിയാൽ പോരാ. CA ആഗ്രഹിക്കുന്നവർ ICAAയുടെ സൈറ്റും കൂടെ നോക്കുക. ഇത് കമ്പനി സെക്രട്ടറിയുടെ സൈറ്റാണ്. കമ്പനി സെക്രട്ടറിയുടെ സൈറ്റിൽ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് അറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ കമ്പനി എപ്പോഴാണ് കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നിർബന്ധമായൊരു ഇന്റേണൽ ഓഡിറ്റർ വേണം എന്നുള്ളൊരു നിയമം വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ആർ ദ ഫസ്റ്റ് യു വിൽ ഹാവ് എ ചാൻസ്. ഓക്കെ, ജൂൺ 2 സമയത്ത് നടക്കുന്നുണ്ട്. വിശദ വിവരങ്ങൾ നിങ്ങൾ സൈറ്റിൽ പോയി നോക്കുക. അതിൻ്റെ പരീക്ഷയുടെ സ്വഭാവം ഇത് CPTയുടെ ആണ്. അപ്പോൾ ഇവിടെയാണ് ഈ സാധനം കാണുമ്പോൾ ഒന്ന് കണ്ണുരുള്ളൂ, അമ്മോ. പക്ഷെ CPTക്ക് വരുന്നത് വലിയൊരു ശതമാനവും സയൻസ് ഗ്രാജുവേറ്റ്സാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ ഞാൻ ഇതിലൊക്കെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഇത് നേരിട്ട് +2 കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതല്ല. പക്ഷെ മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന പല പരസ്യങ്ങളുടെയും ഉപജ്ഞാതാവാണ് മുദ്ര മൈക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്.
സൈറ്റിൽ പോവുക, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകേണ്ട കോഴ്സുകളുണ്ട്. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ ആ പരീക്ഷയ്ക്ക് അപ്പം തയ്യാറെടുത്താൽ നടക്കില്ല, അതിൻ്റെ മുന്നേ പഠിക്കേണ്ടി വരും. സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രശസ്തമാണ്. മനോരമ സ്കൂളുണ്ട് കോട്ടയത്ത്, താല്പര്യമുള്ളവർ ആലോചിക്കുക. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. പക്ഷെ അവിടേക്ക് മെനക്കെടുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് വേറെ പലതും ചെയ്യാം. ലിസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളൂ കേട്ടോ. എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം? യു ഷുഡ് ഹാവ് ഗോൺ ത്രൂ. ഗുഡ്. കോമേഴ്സ് ആയതുകൊണ്ട് നീ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടുണ്ട്. HSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? 5 കൊല്ലത്തെ എന്താ മോനെ, നല്ലതല്ലേ? 5 കൊല്ലത്തെ കോഴ്സ് എവിടുന്നാണ് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നത്? IIT ചെന്നൈ. അപ്പം പൊക്കിക്കൊണ്ടുപോകും. പ്രത്യേകിച്ച് എക്കണോമിക്സിലൊക്കെ ഇനി സ്കോപ്പ് ഭയങ്കരമായിട്ട് കൂടും. കാരണം നോ കൺസൾട്ടൻറ്റ് പ്രെഡിക്റ്റഡ് ഡിമോണിറ്റൈസേഷൻ ഇസ് ഗോയിങ് ടു ഹാപ്പൺ അല്ലേ? അപ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ പരിപാടികളും സേവനങ്ങളും ഇനി എത്രയോ കൂടും. ഓക്കെ, ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ജനുവരി 3rd വീക്കിൽ കഴിഞ്ഞുപോയി കണ്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ 2 സംഗതികളാണ് നിങ്ങളെ നോക്കേണ്ടത്. ഒന്നെന്താ ഈ യുണീക്ക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ? യുണീക്ക് എബിലിറ്റി, ഒരു എബിലിറ്റി ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്തിൻ്റെ അഭാവമാണ് നമ്മളെ ചിലപ്പോൾ ചെറുതാക്കുന്നത്? വില്ലിങ്നെസ്. എന്താ ഈ വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ? ചെയ്യണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം അല്ലേ? ഈ വില്ലിങ്നെസ് ആണോ എബിലിറ്റി ആണോ വലുത് എന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾ പറ. നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ പറയും, സർ എനിക്ക് ഇതുണ്ട് അതില്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? വി വിൽ ലുക്ക് അറ്റ് ദിസ് സ്മോൾ വീഡിയോ ആൻഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്. മലയാളിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് കൈയടിക്കൽ. എന്നാലും അത്രയെങ്കിലും അടിച്ചതിൽ എനിക്ക് സന്തോഷം. ഓക്കെ, ഗുഡ്, എക്സലന്റ്. Toe Jam, whom you had seen here, is a world-renowned musician. 10,000 വരുന്ന സംഗീത പ്രേമികളെ അത്ഭുതകരമായ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലൂടെ അദ്ദേഹം സ്തബ്ധരാക്കാറുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു കൺസേർട്ട് കേട്ടതിന് ശേഷം ചേർത്ത് പിടിച്ച് പറഞ്ഞത് എന്താ? യു ആർ എ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ്. മാനവരാശിക്ക് നിന്നെ പോലുള്ളവർ
പ്രതീക്ഷയുടെ ഒരു സമ്മാനമാണ്. എബിലിറ്റി വൈസ്, വാസ് ഇറ്റ് പോസിബിൾ ഫോർ ടോജാം ടു പ്ലേ ഗിറ്റാർ? ഗിറ്റാർ വായിക്കാൻ ബേസിക്കായി വേണ്ട എബിലിറ്റി എന്താ? എബിലിറ്റി പോട്ടെ, ബേസിക്കായി നിനക്ക് എന്ത് വേണം? ഫിംഗേഴ്സ്. ആം ഐ കറക്റ്റ്? ടോജാമിന് എന്തില്ല? വിരലുകളില്ല. സ്വാഭാവികമായിട്ടും സംഗീതം പഠിക്കാൻ പോയപ്പോൾ ഇക്വേഷൻ എന്താ പറയുന്നത്? ഗിറ്റാർ വായിക്കണമെങ്കിൽ വിരൽ വേണം. ടോജാമിന് കൈകളില്ല. therefore ടോജാം ഗിറ്റാർ വായിക്കില്ല. എന്നാൽ ടോജാം ചിന്തിച്ചത് എന്താ? എനിക്ക് കൈയില്ലെങ്കിൽ എന്താ? കാലുണ്ടല്ലോ. എബിലിറ്റി ആയിരുന്നോ വില്ലിങ്നെസ് ആയിരുന്നോ അദ്ദേഹത്തിന്റെ വിജയമന്ത്രം? പറഞ്ഞോ? കേട്ടില്ല. യാതൊരു പ്രതീക്ഷയുമില്ലാതെ ജനിച്ചു വീണ ടോജാമിന് മുത്തം കൊടുത്തിട്ട് ആര് പറയുന്നത്? മാർപ്പാപ്പ പറയുന്നത് നിന്നെപ്പോലുള്ളവരാണ് പ്രതീക്ഷയുടെ ഒരു മുഖമുദ്ര. എ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ്. ദാറ്റ്സ് വൈ ഐ സെഡ് മൈ ഗുഡ് ഫ്രണ്ട്സ്, വാട്ട് JCI പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത് എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കില്ലോ ഒരു നോളജോ ഒരു കരിയറിലേക്കോ നിങ്ങൾ പോകണം. ബിക്കോസ് we believe that in the future we need leaders. We had to wait for roughly a century to have an economist carrying a Nobel Prize from India. അതും അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ഇന്ത്യൻ എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മറ്റേതൊന്നും പരിചയപ്പെടുത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ കരിയറിനുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ട് എന്നല്ല കേട്ടോ എൻ്റെ മെസ്സേജ്. നിങ്ങൾ നീറ്റ് എൻ്റെ ഇത് വന്നാൽ എല്ലാവരും അറിയും, എല്ലാവരും സൈറ്റിൽ നോക്കും അല്ലേ? പക്ഷെ HSCയുടെ ഇത് വന്നു പോയി നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും എല്ലാവർക്കും നെറ്റ് ആക്സസ് ഉണ്ട്. ഈ നിന്റെ എബിലിറ്റി മാത്രം നോക്കരുത്, വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാം. വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ വിൽഫുള്ളായിട്ട് പോകുമ്പോൾ മാത്രമേ ഇപ്പോൾ ലോ എൻട്രൻസിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വിൽഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോവുക. വിൽഫുള്ളായിട്ട് ഇനി ഞാൻ അതുകൊണ്ടാണ് ഇന്ന കോഴ്സിന് പോകേണ്ടവർ ചോദിക്കാൻ ഒരു കോഴ്സിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നത്. ഐ വിൽ ലീവ് മൈ മൊബൈൽ നമ്പർ. സർ, ക്ലാറ്റിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കമ്പനിയുടെ സൈറ്റിൽ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ വീഡിയോ ഉണ്ട്. IPM-ന് പോകണമെങ്കിൽ എന്താണ്, ക്ലാറ്റിന് പോകണമെങ്കിൽ എന്താണെന്ന് മലയാളത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കേട്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ സൈറ്റിൽ പോവുക, അറിയുക. എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. പ്രേരിപ്പിക്കാൻ ഞാൻ ആളല്ല ഇന്ന കരിയറിലേക്ക് പോകണമെന്ന്. പക്ഷെ അറിയാത്തത് കൊണ്ട് ഈ ഒരു പതിവ് സാധനം നോക്കി പോകരുത് എന്നതാണ് എൻ്റെ റിക്വസ്റ്റ്. അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഒരു 45 മിനിറ്റ്സ് ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഗൗരവം നിങ്ങൾ അറിയണം. ഡു യു ക്യാരി സം യുണീക്ക് എബിലിറ്റി? ചിലപ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡ് നോക്കിയാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, മോളെ നിൻ്റെ ഇംഗ്ലീഷ് നല്ലതാണ്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയപ്പോൾ യു ആർ ഗുഡ് അറ്റ് ദാറ്റ്. നിങ്ങൾക്ക് അതിലൊരു കരിയർ നോക്കുന്നത് തെറ്റില്ല. ഇന്ന സൈറ്റുകളാണ്, വേണമെങ്കിൽ നോക്കിക്കോ. ഞങ്ങൾ അങ്ങോട്ട് ആരെയും വിളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെങ്കിലും സ്കോർ അറിയണമെന്നുണ്ടെങ്കിൽ തരുന്ന നമ്പറിൽ തിരിച്ച് വിളിക്കുക. നിങ്ങൾ സ്കോർ പറഞ്ഞു തരാം, നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു തരാൻ സഹായിക്കാൻ നമുക്ക് പറ്റും. കാരണം നമ്മൾ ഈ എബിലിറ്റിയിൽ മാത്രം വിശ്വസിച്ചാൽ നടക്കില്ല. വില്ലിങ്നെസ് ഇല്ലെങ്കിൽ പകുതിയിലധികം പേര് കോഴ്സ് നടത്തും, നിർത്തിപ്പോരും. നിങ്ങൾക്ക് ഒരു സാധാരണ കരിയറാണോ വേണ്ടത്, ക്വാളിറ്റി ഉള്ള കരിയറാണോ വേണ്ടത്? കേട്ടില്ല. ക്വാളിറ്റി വെറുതെ ഉണ്ടാവുമോ മക്കളെ? എന്ത് ചെയ്യണം? നിങ്ങൾ ബോധപൂർവവും ബുദ്ധിപൂർവവുമായി തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ കരിയർ സെലക്ഷൻ എന്ന് പറയുന്നത് ബോധപൂർവവും ബുദ്ധിപൂർവവുമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്, അല്ലേ? 2 ക്രൂഷ്യൽ ഡിസിഷനാണ് വരാൻ പോകുന്നത്. ഒന്ന്, ദ കോഴ്സ് യു ചൂസ്. സെക്കൻഡ്, ദ പാർട്ട്ണർ യു ചൂസ്. അല്ലേ? കല്യാണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ രക്ഷിതാക്കളെ എത്ര വലിയ വല വീശി അന്വേഷിക്കുന്നുണ്ട്. പയ്യൻ അവിടെ പോവാ, പയ്യൻ ഇങ്ങനെയാണോ, പയ്യൻ അതാണോ. മോള് പറയുകയാണ്, അച്ഛാ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ കോഴ്സിൻ്റെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടോ?
ഞാൻ എൻജിനീയറിങ്ങിന് പോകും. എന്താ കാരണം? എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള റോഷൻ എൻജിനീയറിങ്ങിന് പോയി. അതൊരു വാലിഡ് റീസൺ ആണോ? ആം ഐ ദ റൈറ്റ് പ്ലേസ്? ഈ ടെസ്റ്റ് പേപ്പറിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ആം ഐ ദ റൈറ്റ് പേഴ്സൺ? ഒരു അരമണിക്കൂർ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തൂടെ? ഞാൻ എൻജിനീയറിംഗ് പഠിക്കാം, ആയിക്കോട്ടെ, അതിനുള്ള റൈറ്റ് പേഴ്സണിൻ്റെ മൈൻഡ് സെറ്റ് എനിക്കുണ്ടോ എന്നറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അല്ലാതെ അത് ഇനി പബ്ലിഷ് ചെയ്യാനോ എടുക്കാനോ വേണ്ടിയല്ല. ഓക്കെ, അപ്പോൾ ഈ എൻ്റെ ഇത് ഞാനൊരു 5 മിനിറ്റിൽ വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ടെസ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് മൈ റിക്വസ്റ്റ്, ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഫൈൻഡ് ഔട്ട് ആം ഐ ദ റൈറ്റ് പേഴ്സൺ. എന്നിട്ട് നമുക്ക് ഏത് പ്ലേസിലേക്ക് ഏത് ടൈമിലേക്ക് പോകണം എന്ന് തീരുമാനിക്കാം. കാരണം വില്ലിങ്നെസ് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എന്തിനടിസ്ഥാനപ്പെടുത്തി പോകണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോവും ഒരു ആശയവും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കമാൽ വരദൂർ സാറും നിങ്ങളോട് പറഞ്ഞ ഒറ്റ വാക്കിലുള്ള സംഗതി ഇതായിരുന്നു. എന്ത്? നിങ്ങൾ ഏത് കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിലും ഒന്നുറക്കെ പറയാവോ? അത് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് കാൽവെപ്പ് വെച്ചാൽ എന്ത് സംഭവിക്കും? പതറിപ്പോവും അല്ലേ? അപ്പം നിങ്ങളുടെ കരിയർ എന്തായിരിക്കണം? എലിയെ പോലെ പൂച്ചയെ പോലെ നിന്നെ എന്താകാൻ സഹായിക്കുന്നതായിരിക്കണം? പുലിയെ പോലെ. അങ്ങനെ മറ്റേത് എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ, വക്കീൽ പണി എന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ പണിക്ക് വരരുത്. ഞാനൊരു വക്കീലാ, എന്താ? അങ്ങനെ വിരിഞ്ഞു നിന്ന് കാണാൻ പറ്റിയാലേ അതിൻ്റെ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ? വിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതിനാദ്യം വേണ്ടത് എന്താ? ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ഇതേവരെ നോക്കാത്ത ചില മേഖലയിലെ ചില ചോദ്യങ്ങൾ കണ്ട ഉത്തരം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ എനിക്ക് ഇതൊക്കെ പറ്റും കേട്ടോ. അതൊന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ആ ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് തരുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ എന്ത് തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ஏப்பா அவனை பார்த்தா உனக்கு பாவமா இல்ல? எல்லாம் நமக்கு தான் தெரியும். ஏப்பா ஒரு நாளைக்கு 200 ரூபா சம்பாதிப்பியா? அதுல 1 ரூபா போட்டு நான் குறைஞ்சா போயிருவேன். ஐயோ சேஞ்ச் இல்லையே சார். அதை அந்த கடையில வாங்கிட்டு வா. ഓക്കെ, വെരി ഗുഡ്. 2008 ഏറ്റവും മികച്ച വീഡിയോൻ്റെ അവാർഡ് കിട്ടിയൊരു വീഡിയോ. ഞാൻ നിങ്ങളോട് 1.5 മണിക്കൂർ എടുത്ത് പറയാൻ ശ്രമിച്ച സാധനം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനം ഒരു സെൻറ്റൻസ് വന്നായിരുന്നു. എന്തായിരുന്നു അത്? ഇഗ്നറൻസ് ഓഫ് യുവർ എബിലിറ്റി ബ്രിങ്സ് ഡിസബിലിറ്റി. നീ നിന്റെ കഴിവുകളെ എന്ന് അറിയാതെ പോകുന്നോ അന്നാണ് എന്തായി മാറുന്നത്? നീ കഴിവുകെട്ടകരായി മാറുന്നത്. എന്തുകൊണ്ടാണ്? രണ്ടുപേരും വികലാംഗരായിരുന്നു. ഒരേപോലെയാണോ ജീവിച്ചത്? അല്ല. ഒരാൾ എങ്ങനെ ജീവിച്ചു? അധ്വാനിച്ച് അന്തസ്സുള്ളൊരു ജീവിതം ജീവിച്ചു. മറ്റേയാളോ ഒരു തെണ്ടിയെ പോലെ ജീവിച്ചു. എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ ഒരാൾ അങ്ങനെയായത്? എന്തിലെ മാറ്റം കൊണ്ടാണ്? ആറ്റിറ്റ്യൂഡ്. എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് ഈ സൈക്കിളിൽ ആറ്റിറ്റ്യൂഡ് ആണോ എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. മനോഭാവം ഉടലെടുക്കുന്നത് ഞാൻ സെഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, വാച്ച് യുവർ തോട്ട്സ് വിൽ ബിക്കം യുവർ വേർഡ്സ്. ഇതെല്ലാം ഉടലെടുക്കുന്നത് എവിടുന്നാണ്? തിങ്കിങ്. നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തോടുള്ള പെരുമാറ്റം ഉണ്ടാവുന്നത്. ആ ചിന്തയിൽ നിന്നാണ് ആറ്റിറ്റ്യൂഡ് മാറുന്നത്. ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ചിലപ്പോൾ ഒരു റിസൾട്ട് കിട്ടുക. ആ പരീക്ഷ എഴുതി നോക്കുമ്പോൾ അല്ലേ? അത് വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചാലേ ഇരുന്ന് എഴുതാനുള്ള ഒരു ബിഹേവിയർ നിങ്ങൾ കൊണ്ടുവരികയുള്ളൂ. ഈ കരിയർ ഗൈഡൻസ് സെഷൻ നടത്താൻ ആഗ്രഹിച്ചത്
നിങ്ങളുടെ മനോഭാവം മാറ്റാമെന്നോ ബിഹേവിയർ മാറ്റാമെന്നോ ഒരിക്കലും വിചാരിച്ചിട്ടല്ല. വരുന്ന തലമുറയ്ക്ക് ചിന്തയിൽ എവിടെയെങ്കിലും ചെറിയൊരു മാറ്റം കൊണ്ടുവരണം. മെനി തിങ്സ് ആർ പോസിബിൾ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിശ്വസിക്കുന്ന ആളല്ല. മെനി തിങ്സ് ആർ പോസിബിൾ. ആ സാധ്യതകൾ കാണാൻ എല്ലാവരും കൂടി നമ്മളൊന്ന് കൂടി ആലോചിച്ചിരുന്ന് അതിന് ഒരു ചർച്ച നടത്തുക. അതിൽ കുറച്ച് പുതിയ ചിന്തകൾ നിങ്ങൾക്ക് നൽകുക. അല്ലാതെ അറിവ് നൽകിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്, അറിവിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുണ്ട് തിരിച്ചറിവിന്. കരിയർ എന്ന് പറയുന്നത് ചെറിയ ഒരു തീരുമാനമല്ല. അതിലൊരു വിശാലമായ ചിന്ത വേണം. ചിന്തയിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ ബിഹേവിയർ കണ്ടെത്തണം. ആ ബിഹേവിയറിൽ നിന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടാകണമെങ്കിൽ വീണ്ടും നിങ്ങൾ ചിന്തിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ചിന്തയിലെ മാറ്റം കൊണ്ടുവന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഒന്ന് ചിന്തിക്കാൻ ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങളെ സഹായിച്ചോ ഇല്ലയോ? യെസ് ഓർ നോ? കേട്ടില്ല? അങ്ങനെ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഈ പരിപാടി കാര്യമായി ആസൂത്രണം ചെയ്തത് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ കാലിക്കറ്റാണ്. അത് സോണിൻ്റെയും കൂടെ ആശീർവാദത്തോടെയാണ് ചെയ്തത്. അതിനുവേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചിട്ടുള്ളത് എൻ്റെ പാർട്ട്ണറും JCI കാലിക്കറ്റിൻ്റെ ട്രെയിനിങ് ഡിവിഷൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ മിസ്റ്റർ രാകേഷാണ്. നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഈ പറഞ്ഞ പ്രസ്ഥാനവും അതിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ട് അദ്ദേഹം എടുത്തൊരു മുൻകൈയുമാണ്. അദ്ദേഹം എടുത്ത മുൻകൈ ഇവിടെ നടപ്പിലാക്കുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചത് ഹസീബ് സാറും കബീർ സാറും നിങ്ങളുടെ HSC ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു സംശയവുമില്ല, ഇതിനേക്കാൾ ഒരു വലിയ കയ്യടി അവരും അർഹരാണ്. കാരണം ഇത് വേണ്ട എന്ന് വെക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് നടത്തുകയോ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകളും അതിജീവിച്ച് കുട്ടികൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അവർ നിലനിർത്തിയത് കൊണ്ടാണ്. ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സമ്മേളിച്ചതും എന്തിനാ നല്ലൊരു കരിയർ നിങ്ങൾക്ക് സുഹൃത്തെ? എന്തിനാ നല്ല കരിയർ? എന്ത് നന്നാവാനാ? നല്ല ജോലി കിട്ടിയോണ്ട് ഇപ്പം എന്താ കാര്യം? ലൈഫ് നന്നാവണം. ആം ഐ കറക്റ്റ്? അപ്പം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് എല്ലാവരും ആഗ്രഹം അതാണ്, സർ എൻ്റെ ലൈഫ് നന്നാവാനുള്ള എന്തെങ്കിലും എളുപ്പവാക്യം ഉണ്ടോ എന്നുള്ളത്. കമാൽ വരദൂർ സാറ് പറഞ്ഞപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കിയ PPT ഒന്നുമല്ല, നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ, ചിന്തയിലെ മാറ്റമുണ്ടെങ്കിൽ ലൈഫ് മാറും എന്ന് നമ്മളെ പഠിപ്പിച്ചു പോയ ഒരു പ്രതിഭയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റണമെങ്കിൽ, if you want to change your life, change your thinking. Because when you change your thinking, then only you will be changing your beliefs. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിമറിക്കുന്നത്. When you change your thinking, you change your beliefs. When you change your beliefs, then only you can change your expectations. ചിന്തകളെ മാറ്റുമ്പോഴാണ് വിശ്വാസങ്ങൾ മാറുന്നത്. വിശ്വാസങ്ങൾ മാറുമ്പോഴാണ് ജീവിതത്തോടുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ മാറുന്നത്. And when you change your expectation, then only you can change your attitude. ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയാൽ എൻ്റെ ജീവിതത്തിന് ചില ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുള്ളവൻ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പരിപാടിക്ക് വരികയുള്ളൂ. എൻ്റെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ വെബ്സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയുള്ളവനെ അതിനുള്ള മനോഭാവം കാണിക്കുകയുള്ളൂ. When you change your expectation, then only you can change your attitude. And when you change your attitude, then only you can change your ബിഹേവിയർ. എന്നാണോ നിങ്ങൾ ജീവിതത്തോടുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ മാറ്റുന്നത്, അപ്പോഴാണ് ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ചിന്തകൾ നിങ്ങൾ മാറ്റുന്നത്. ആൻഡ് വെൻ യു ചേഞ്ച് യുവർ ബിഹേവിയർ, ദെൻ ഓൺലി യു ക്യാൻ ചേഞ്ച് യുവർ പെർഫോമൻസ്. നിങ്ങൾക്ക് എന്ത് അറിവുണ്ട്, എന്ത് കഴിവുണ്ട് എന്ന് പ്രശംസിച്ചിട്ടോ പറഞ്ഞു നടന്നിട്ടോ കാര്യമില്ല മക്കളെ, അൺലെസ് യു ആർ ഏബിൾ ടു പെർഫോം. ഏത് എൻട്രൻസിന് പോവുകയാണെങ്കിലും ഏത് കരിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിലും നിങ്ങൾക്കത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ, ആൻഡ് വെൻ യു ചേഞ്ച് യുവർ പെർഫോമൻസ്, ദെൻ ഓൺലി യു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചത് ജീവിതത്തിൽ നല്ലൊരു മാറ്റം വേണമെന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ടാണ്. ചിന്തകൾ മാറിയതുകൊണ്ട് ജീവിതം മാറുമോ എന്ന് നിങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ജീവിച്ച് മറഞ്ഞുപോയൊരു പ്രതിഭയെ പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾക്കാർക്കും പരിചയമില്ലാത്ത ഒരാളൊന്നുമല്ല. ഷീ ഈസ് സച്ച് എ നോൺ എ ഫേമസ് പോപ്പുലർ പേഴ്സണാലിറ്റി.
വിൽമ റുഡോൾഫ് നിങ്ങൾ എല്ലാവരും കേട്ട ഒരു പ്രതിഭയാണ്. 3-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് തൂങ്ങിയാടുന്ന കാലുമായി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് മെഡിക്കൽ ലോകം വിധി എഴുതപ്പെട്ട വിൽമ റുഡോൾഫ് 7-8 വയസ്സാവുമ്പോൾ ജനലിലൂടെ മറ്റു കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ തൂങ്ങിയാടുന്ന കാലുമായി സീറ്റിലിരുന്നു കൊണ്ട് വിൽമ റുഡോൾഫ് ചോദിക്കാറുണ്ട്, അമ്മേ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഓടുമോ? തൂങ്ങിയാടുന്ന കാലുമായിരിക്കുന്ന വിൽമ റുഡോൾഫിനെ നോക്കി അമ്മ പറയും, യു വിൽ ഓൾസോ റൺ ലൈക്ക് ദാറ്റ് വൺ ഡേ മൈ ഗേൾ. 8-ാമത്തെ വയസ്സിൽ വിൽമ റുഡോൾഫിനെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. ആദ്യത്തെ ദിവസം ചോദിക്കുന്ന പതിവ് ചോദ്യം, മുൻ ബെഞ്ചിൽ തൂങ്ങിയാടുന്ന കാലുമായി താനൊരു കറുത്ത വർഗക്കാരിയായതുകൊണ്ട് സൗകര്യപ്രദമായ ഒരു മെഡിക്കൽ സംരക്ഷണം പോലും നിഷേധിക്കപ്പെട്ട മെഡിക്കൽ ലോകം സർട്ടിഫിക്കറ്റിൽ എഴുതി ഒപ്പിട്ട ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് തൂങ്ങിയാടുന്ന കാലുമായി മുൻബെഞ്ചിലിരിക്കുന്ന വിൽമ റുഡോൾഫിനോട് ടീച്ചർ ചോദിച്ചു, നിനക്ക് ജീവിതത്തിൽ എന്താകാനാണ് ആഗ്രഹം? തൂങ്ങിയാടുന്ന കാലുമായിരുന്ന വിൽമ റുഡോൾഫ് പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഓൺ ദ പ്ലാനറ്റ്. ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയാകണം എനിക്ക്. 11-ാമത്തെ വയസ്സിൽ വിൽമ റുഡോൾഫ് സ്റ്റാർട്ടഡ് വാക്കിംഗ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്രേസസ്. 4.5 കിലോ തൂക്കം വരുന്ന പടച്ചട്ട അണിഞ്ഞുകൊണ്ട് വിൽമ റുഡോൾഫ് നടക്കാൻ തുടങ്ങി. മെഡിക്കൽ ലോകം വീണ്ടും വീണ്ടും അവരോട് ആവർത്തിച്ചു പറഞ്ഞു, ഇത്രയും ഭാരിച്ചൊരു സാധനം ശരീരത്തിൽ കെട്ടിവെച്ചാൽ ഷീ വിൽ നോട്ട് ഈവൻ സർവൈവ്. 14-ാമത്തെ വയസ്സിൽ വിൽമ റുഡോൾഫ് സ്റ്റാർട്ടഡ് വാക്കിംഗ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് ബ്രേസസ്. പടച്ചട്ടയുടെ സഹായമില്ലാതെ വിൽമ റുഡോൾഫ് 14-ാമത്തെ വയസ്സിൽ നടക്കാൻ തുടങ്ങി. 1960 റോമൻ ഒളിമ്പിക്സ് ഇന്നും മാനവശേഷി ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ജൂട്ടെ ഹെയ്ൻസ് എന്ന 2 തവണ വേൾഡ് റെക്കോർഡ് ഹോൾഡറായ ജൂട്ടെ ഹെയ്ൻസ് എന്ന ഓട്ടക്കാരിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിന്റെ പേര് വിളിച്ചപ്പോൾ ജൂട്ടെ ഹെയ്ൻസിന്റെ തൊട്ടടുത്ത ട്രാക്കിൽ നിന്നിരുന്നത് മറ്റാരുമല്ല, ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് മെഡിക്കൽ ലോകം വിധി എഴുതിയ അതേ വിൽമ റുഡോൾഫ്. 200 മീറ്റർ ഓട്ടത്തിന്റെ മത്സര റിസൾട്ട് വന്നപ്പോൾ ജൂട്ടെ ഹെയ്ൻസ് എന്ന വേൾഡ് റെക്കോർഡ് ഹോൾഡറെ തകർത്തുകൊണ്ട് സ്വർണ്ണ മെഡൽ നേടിയത് ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് ലോകം എഴുതിയ വിൽമ റുഡോൾഫ്. 2.5 മണിക്കൂറിന് ശേഷം ഭൂമിയിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയെ കണ്ടുപിടിക്കുന്ന 100 മീറ്റർ ഓട്ടത്തിന് പേര് വിളിച്ചപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ജൂട്ടെ ഹെയ്ൻസിന്റെ തൊട്ടടുത്ത് നിന്നിരുന്നത് മറ്റാരുമല്ല, ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് മെഡിക്കൽ ലോകം വിധി എഴുതിയ അതേ വിൽമ റുഡോൾഫ്. 100 മീറ്റർ ഓട്ടത്തിന്റെ മത്സരം അവസാനിച്ചപ്പോൾ ഗോൾഡ് മെഡൽ വെന്റ് ടു ദ സെയിം വിൽമ റുഡോൾഫ്. തൊട്ട് പിറ്റേ ദിവസം 4x100 മീറ്റർ റിലേ ലോകത്തിലെ ഒരു ടീം ഇവന്റിന്റെ ഏറ്റവും പ്രഗത്ഭമായ ഇവന്റിന് അമേരിക്കൻ ടീമിന് വേണ്ടി 4-ാമത്തെ ഓട്ടക്കാരിയായി ഓടിയത് മറ്റാരുമല്ല, ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് മെഡിക്കൽ ലോകം വിധി എഴുതിയ അതേ ഓട്ടക്കാരി വിൽമ റുഡോൾഫ്. 4x100ന്റെ മത്സര വിജയത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ വിജയിയായി വന്നത് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ അതേ വിൽമ റുഡോൾഫ്. ഇത് കെട്ടുകഥയല്ല, ഇത് പറഞ്ഞുണ്ടാക്കിയതല്ല. എ ഗേൾ whom the medical said will never even walk had 3 gold medals to her credit because she started thinking, I am the fastest runner on the planet. She started believing, I am the fastest runner on the planet. Starting line പേര് വിളിച്ചപ്പോൾ her expectation was, I am the fastest runner on the planet. She behaved like the fastest runner on the planet. Her attitude on the track was, I am the fastest runner on the planet. And on the crucial day of her life, she performed as the fastest runner on the planet. ചിന്തകൾ മാറ്റിയതുകൊണ്ട് ജീവിതത്തിലെ പെർഫോമൻസ് മാറ്റാമെന്ന് വിൽമ റുഡോൾഫ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടിയ എത്ര പേര് നിങ്ങളുടെ ചിന്തകൾ മാറ്റാൻ തയ്യാറാണ്? താങ്ക്സ് എ ലോട്ട്. ഈ ഉയരുന്ന കൈകളാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ മാറിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നതി ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്, the day you are ready to change your thinking, you are going to fly to greater heights, my good friends. So fly to greater heights in your life. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കുക. And whenever you are flying high, keep this wonderful words given to us by Martin Luther King. Always fly to greater heights. If you cannot fly, run. If you cannot run, walk. If you cannot walk, even crawl. But never stop your journey towards success. നമുക്ക് പറക്കാനായില്ലെങ്കിൽ നമ്മൾ ഓടണം, നമുക്ക് ഓടാനായില്ലെങ്കിൽ നമ്മൾ നടക്കണം, നമുക്ക് നടക്കാനുമായില്ലെങ്കിൽ നമ്മൾ ഇഴയണം. പക്ഷെ വിജയത്തിലേക്കുള്ള ജൈത്രയാത്ര ഒരിക്കൽ പോലും നിർത്തിവെക്കരുത്. മഹത്തായ വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇഴയേണ്ടി വരില്ല എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു അരമണിക്കൂർ കൂടെ ചിന്തിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൂടെ എന്നൊരു അപേക്ഷയുമായി നിർത്തുന്നു.